എന്റെ സഹോദരങ്ങളെ, പച്ച മണ്ണും പച്ച വെള്ളവും കൂട്ടിക്കലർത്തി കൊട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഒരു കോലത്തിലാണ് അള്ളാഹു മനുഷ്യനെ ആദ്യം പടച്ചത്. അതിനുശേഷമാണ് എന്റെ റൂഹ് ഞാൻ അങ്ങ് ഊതിക്കൊടുത്തു. അള്ളാഹുവിന്റെ റൂഹാണ് സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്നത്. അവൻ റൂഹ് ഊതിട്ടെന്നു. അപ്പോഴാണ് കണ്ണ് ചലിക്കാൻ തുടങ്ങിയത്, കണ്ണിമ വെട്ടാൻ തുടങ്ങിയത്, നാവ് ചലിക്കാൻ തുടങ്ങിയത്, ചുണ്ട് ചലിക്കാൻ തുടങ്ങിയത്, കൈകൾ ചലിക്കാൻ തുടങ്ങിയത്, കാലുകൾ ചലിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ആ ആത്മാവിന്റെയും മണ്ണാകുന്ന ശരീരത്തിന്റെയും സംഗമ വേദികയാണ് ഒരു മനുഷ്യനെങ്കിൽ ആത്മാവെന്ന് പറയുന്ന നമ്മളാക്കി മാറ്റിയ ആ വസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൃഗമാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആത്മാവിനെ മൈൻഡ് ചെയ്യാതെ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മൃഗമാകാൻ ഇസ്ലാം ആരെയും അനുവദിക്കുന്നില്ല. എന്നതുപോലെ ശരീരത്തെ അങ്ങോട്ട് മെച്ചപ്പെടുത്തിയെടുത്ത് ആത്മാവിനെ അങ്ങ് മെച്ചപ്പെടുത്തിയെടുത്ത് ശരീരത്തിനെ അവഗണിച്ചിട്ട് മലക്കാകാനും ആരും ശ്രമിക്കണ്ട. നമ്മൾ മലക്കും ആകണ്ട, മൃഗവും ആകണ്ട. ഇത് രണ്ടിന്റെ ഇടയിലുള്ള മനുഷ്യരായാൽ മതി. അള്ളാഹു അങ്ങനെ തന്നെയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് മൃഗതുല്യരായി. അവർക്ക് രണ്ട് കാലുകൾ ഉണ്ടാകാം, അവർക്ക് രണ്ട് കരങ്ങൾ ഉണ്ടാകാം, അവർ ചിരിക്കുന്നുണ്ടാകാം, സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മൂന്ന് സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗതുല്യരാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അള്ളാന്റെ ഖുർആനിലൂടെ മൂന്ന് സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യനെന്നല്ല. അവരെ പരിചയപ്പെടുത്തിയ വാക്കെന്തെന്നറിയോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ സഹോദരങ്ങളെ. ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? ഈ മുകളുവിള എന്ന് പറയുന്ന പ്രദേശത്ത്, ഈ മാമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നത്തെ ഈ പ്രഭാഷണം കേട്ട് ഞാനും നിങ്ങളും ഇരുകാലികളായ മൃഗങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മാറിപ്പോകലാണ്. ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞയെടുത്ത് തീരുമാനമെടുത്തുകൊണ്ട് തിരിച്ചു പോകലാണ്. ഇല്ല പടച്ച റബ്ബേ, ഞാൻ മനുഷ്യനായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് മൃഗമാകണ്ട, മൃഗതുല്യനായി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് മനുഷ്യനായി തന്നെ പച്ചമണ്ണിലൂടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആദ്യത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാണ്, ഈ വിഭാഗത്തിൽ നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മാറണം. ഇനി ഒരു പകലിന് വേണ്ടി മാറ്റിവെക്കണ്ട, ഇനി ഒരു പകലിന് വേണ്ടി മാറ്റിവെക്കണ്ട. ആരാ ജീവിച്ചിരിക്കുന്നതെന്നറിയില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാ. ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയുമോ? ആ സ്വഭാവമുള്ളവനെ പറ്റി അല്ലാഹു പറഞ്ഞത്, ആ സ്വഭാവത്തിലുള്ളവനെ പറ്റി അള്ളാഹു പറഞ്ഞത് സഹോദരങ്ങളെ നാൽക്കാലികളോട് ഉപമിച്ചുകൊണ്ടാണ്. അള്ളാഹു പറഞ്ഞത്. ആരെയാണ് അള്ളാഹു അങ്ങനെ പരിചയപ്പെടുത്തിയതെന്നറിയുമോ? അള്ളാഹു പറയുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ أولئك كالأنعام بل هم أضل أولئك هم الغافلون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 179ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്റെ പെങ്ങളെ, അല്ലാഹു പറയുന്ന ഒന്നാമത്തെ മൃഗതുല്യരായ മനുഷ്യരാരെന്നറിയോ? ആരാണ് മൃഗമെന്ന് പറഞ്ഞത്? പടച്ച റബ്ബല്ലേ, അല്ലാഹുവല്ലേ നമ്മളെ പറ്റി മൃഗങ്ങളെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനിൽ വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യ സന്തതികളെ മുഴുവനെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. എല്ലാവരെക്കാളും
ഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. എല്ലാവരെക്കാളും ഞാൻ ആദരിച്ച, ബഹുമാനിച്ച്, അംഗീകരിച്ച് ശ്രേഷ്ഠരാക്കിയ, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഞാൻ ഉയർത്തിയ ഔന്നത്യമുള്ള വിഭാഗമാണ് മനുഷ്യനെന്ന് പറഞ്ഞ അതേ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്നു, ആരാണ് മൃഗതുല്യരെന്നറിയുമോ? നാൽക്കാലികളെ പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞത് ആരെ പറ്റിയെന്നറിയോ? സഹോദരങ്ങളെ, 3 സ്വഭാവമുള്ളവരെ പറ്റിയാ. അല്ലാഹു പറഞ്ഞു, ലഹുമു ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഹൃദയം ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവര് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. ഹൃദയമില്ലാത്തവരാരെങ്കിലും മുകളുവിളയിൽ എന്റെ മതവിജ്ഞാന വേദിയിലും മതപ്രസംഗത്തിന് വന്നണഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും അല്ല ഹൃദയം തന്നില്ലേ? എല്ലാവർക്കും അല്ല ഹൃദയം തന്നില്ലേ? പക്ഷേ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ല പറയുകയാണ്, ലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കാണേണ്ടത് കാണാത്തവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കാണേണ്ടത് കാണുന്നില്ല. മനോഹരമായ 2 നയനങ്ങൾ അല്ലാഹു തന്നില്ലേ നമുക്ക്? അത് തന്നിട്ട് പടച്ചതമ്പുരാ പറയുന്നവന് കാണേണ്ടത് കാണുന്നില്ല. അവന് 2 കാതുകൾ കൊടുത്തു, ശ്രവണപുടങ്ങൾ കൊടുത്തു, പക്ഷേ ലാ യസ്മഊന ബിഹാ. അവന് കേൾക്കേണ്ടത് അവന് കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, കാണേണ്ടത് കാണാത്തത് എന്തുകൊണ്ടെന്നറിയോ? കേൾക്കേണ്ടത് കേൾക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവന് പണ്ഡിതന്റെ മഹത്വം അറിയില്ല, അവന് സയ്യിദിന്റെ മഹത്വം അറിയില്ല, അവന് പ്രവാചകന്മാരുടെ മഹത്വം അറിയില്ല, അവന് ജീലാനിയുടെ മഹത്വം അറിയില്ല, അവന് വലിയകളുടെ മഹത്വം അറിയില്ല, അവന് ഖുർആനിന്റെ മഹത്വം അറിയില്ല. അവൻ തിന്നുന്നു, ഉടുക്കുന്നു, അവനെ ഓടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ മഹത്വങ്ങളൊന്നും അവനറിയില്ല. അതിനെ തൊട്ടെല്ലാം അവനെ വിസ്മരിച്ച് നടക്കുകയാ, അതിനെ തൊട്ടെല്ലാം അവൻ അശ്രദ്ധനായി നടക്കുകയാ. ആ അശ്രദ്ധയുള്ള മനുഷ്യനെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അവന് 2 കാലുകൾ ഉണ്ടാകാം, അവന് 2 കൈകൾ ഉണ്ടാകാം, പക്ഷേ ഉലൈക കൽ അൻആം. അവൻ 4 കാലുകളെ പോലെയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇത് പറയുമ്പോൾ, നിസ്കാരമില്ലാത്തവന്റെ കഥ പറയുമ്പോൾ, അല്ലാഹു ആരോഗ്യം തന്നു, പടച്ചതമ്പുരാ ശരീരം തന്നു, ഇതെല്ലാം തന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതിനെ അവഗണിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നടന്നു നീങ്ങിയാൽ കഴുതയെന്ന് നമ്മൾ പറയാൻ പറ്റോ? കഴുതയ്ക്ക് നാണക്കേടാ. അല്ലാഹു നിനക്ക് കോടികൾ തന്നിട്ട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, കഷ്ടപ്പെടുന്നവന്റെ വേദന അനുഭവിക്കുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പി കൊടുക്കാ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, പൊന്നുമോനെ, നിന്നെ പറ്റിയിട്ടും നായ എന്ന് പറഞ്ഞ നായക്ക് നാണക്കേടാ. അതുകൊണ്ട് അല്ലാഹു ഒരു പടി കൂടി താഴോട്ടിറങ്ങിയിട്ടാ നമ്മളെ ഉപമിച്ചത്. അവര് 4 കാലുകളെ പോലെയാണെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചില്ല. അല്ല പറയുന്നു, ബൽഹും അളല്ലൂ. 4 കാലുകളെക്കാൾ അതപ്പതിച്ചവരാണ്. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുമോ? അല്ലാഹു നമുക്ക് ഹൃദയം തന്നിരിക്കുകയാണ്. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സിനകത്ത് എന്താ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്? എന്തെല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ടോ ചെറുപ്പക്കാരാ? എന്തിനെ പറ്റിയല്ല നീ വാരി വലിച്ച് ചിന്തിക്കുന്നുണ്ട് പൊന്നുമോനെ? പക്ഷെ ചിന്തിക്കേണ്ടത് നീ ഇന്ന് വരെ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പടച്ചവര്, അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തെ മനസ്സിലാക്കുമ്പോ, ഞാൻ എന്റെ ശരീരത്തെ പറ്റിയിട്ട് ആലോചിക്കുമ്പോ, എന്റെ പടച്ച റബ്ബിനെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് ചിന്തിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൂമോപരിതലത്തിലേക്ക് നോക്കിയിട്ട്, അല്ലാ, ഈ ഭൂമിയെ പടച്ചത് നീയാണല്ലോ. ആകാശത്തിലേക്ക് നോക്കിയിട്ട്, പ്രവിശാലമായ ആകാശത്തിലേക്ക് നോക്കിയിട്ട്, അല്ലാഹുവേ, ഇത് പടച്ചത് നീയാണല്ലോ. അലറി വിളിക്കുന്ന സാഗരത്തിലേക്ക് നോക്കിയിട്ട്, അല്ലാഹുവേ, നീയാണല്ലോ ഇതിനെ പടച്ചത് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് സഹോദരാ? പെങ്ങളെ, പൊന്നുമക്കൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ചോറ് വിളമ്പിയിട്ട് ചെറിയ ചെറിയ ഉരുളകളായി കണ്ണുമക്കളുടെ വായിലേക്ക് വെച്ച് കൊടുത്ത്, മോളെ, വിമാനം പോകുന്നത് കണ്ടോ? വാപ്പ അതിലാണ് പോകുന്നത്, ഉമ്മ അതിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം
ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് മേപ്പോട്ടും ഉയർത്തിയാൽ പോരെ ഉമ്മ. ഈ ആകാശം കണ്ടിട്ട് അല്ലോ പടച്ചവനെ എങ്ങനെയാണ് ഇതിനെ നീ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഇതെങ്ങനെയാ പടച്ചവനെ നീ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇതെങ്ങാനും തലയിലൂടെ വീണ, ഇതെങ്ങാനും ഭൂമിയിലേക്കൊന്നും മറിഞ്ഞു വീണാൽ എന്താകും ലോകത്തിന്റെ അവസ്ഥയെന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവേ നീ എത്ര കരുണയുള്ളവനാണ്. പെങ്ങളെ അലറി വിളിക്കുന്ന അലമാലകളുണ്ടല്ലോ സഹോദരങ്ങളെ, പർവ്വത സമാനമായ തിരമാലകൾ അടിച്ചു വീശുന്ന ആ പർവ്വത സമാനമായ തിരമാലകളുള്ള അലമാലകളുള്ള ആഴക്കടലിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മണലിലേക്ക് ചെന്ന് കരയിലേക്ക് ചെന്ന് കടലമ്മ തോറ്റം എഴുതി വെച്ചിട്ട് 7ാമത്തെ വട്ടം തിരമാല വന്ന് എഴുതി വെച്ചതിനെ മുഴുവനും മായ്ച്ചു പോകുമ്പോൾ കടലമ്മയെ പറ്റിച്ചു എന്ന് പൊന്നുമക്കളെ പറഞ്ഞു പറ്റിച്ചാല് പോരാ. ആ തിരമാലകള് കാണുമ്പോ അല്ലാഹുവേ അത്ഭുതമല്ലേ, കടൽ അത്ഭുതമല്ലേ, സാഗരം അത്ഭുതമല്ലേ, ഇത് പടച്ചത് നീയാണല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന എത്ര പേരാ ഉള്ളതെന്റെ സഹോദരങ്ങളെ. എന്തിന് കടലിലേക്ക് പോണ്, എന്തിന് ആകാശത്തിലേക്ക് നോക്കണം, എന്തിന് മാമരങ്ങളിലേക്ക് നോക്കണം, എന്തിന് മാമലകളിലേക്ക് നോക്കണം? നിന്റെ ശരീരത്തിലേക്ക് നോക്ക്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. ആരവന്റെ ശരീരത്തെ പറ്റി കിട്ടുന്നു മനസ്സിലാക്കിയ അവനവന്റെ യജമാനനെ മനസ്സിലാക്കിയെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? അല്ലാഹു പറയുന്നവനെ ചിന്തിക്കാത്തവന് അശ്രദ്ധനായത് കൊണ്ടാണ്. കണ്ണുകൾ അല്ല കൊടുത്തിട്ടുണ്ട്, കാണേണ്ടത് ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ? കാണേണ്ടത് നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിന്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ടോ? പാവപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ നീ കണ്ടിട്ടില്ല. സീരിയൽ കാണുന്ന പെങ്ങളോട് പറയുകയാ, ഈ പദം പറയുമ്പോ തന്നെ ചിന്തിക്കുന്നത് എന്താണ്? പുസ്താദേ, അതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനിയും എന്തിനാ സീരിയലിന്റെ കഥ പറയുന്നത്? പെങ്ങളെ പറയൂ, പ്രിയപ്പെട്ടവരെ പറയൂ, ലോകാവസാനം വരെയും നീ സഹോദരിമാരെ വഴിതെറ്റിക്കാൻ പാശ്ചാത്യന്റെ സമ്മാനമാണ് സീരിയലെന്ന് എന്റെ പെങ്ങന്മാര് മനസ്സിലാക്കുന്നത് എന്നാണോ? ആ അർദ്ധരാത്രി വരെയും പറയും, ഒരു സംശയവുമില്ല. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കുകയാ, അതിലൂടെ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു ശോകമൂകമായ ഏതെങ്കിലും ഒരു രോദനത്തിന്റെ കഥ കാണുമ്പോ, ഏതെങ്കിലും ഒരു സങ്കടകരമായ കാഴ്ച കാണുമ്പോ പൊട്ടിക്കരയുന്ന ഉമ്മ. സഹോദരങ്ങളെ, എത്രയോ സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമയുടെ പ്രൊഡ്യൂസർമാർ പറഞ്ഞതെന്താണ്? തിയേറ്ററിലെ സിനിമ ഓടിക്കുന്ന സമയത്ത് കരയാതെ പുറത്തിറക്കുന്നവന് സമ്മാനമുണ്ടെന്നാണ്. അങ്ങനെ കരയാതെ പുറത്തിറങ്ങിയ എത്ര ചെറുപ്പക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാ നിന്റെ വീടിന്റെ വടക്കും തെക്കും പടിഞ്ഞാറ് കിഴക്കുമായിട്ട് എത്രയോ പാവപ്പെട്ടവന് ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്നു. എത്ര സഹോദരങ്ങൾക്ക് അർബുദം ബാധിച്ചിട്ടുള്ളത്, എത്ര സഹോദരിമാരാ സങ്കടപ്പെട്ട് കഴിയുന്നത്. 10, 30, 40 വയസ്സായ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പൊന്നുമക്കളെ, ഇന്നും ചോരയും നീരുമൊലിക്കുന്ന ആ ശരീരത്തോടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഇന്നും നോക്കി നടത്തുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ശരീരച്ചു മാരകമായ രോഗം പിടിപെട്ട് ചോരയും നീരും ചാലിട്ടൊഴുകുമ്പോ തന്റെ 40, 30, 35 വയസ്സായ പൊന്നുമക്കളെ കെട്ടിച്ചയക്കാൻ കഴിവില്ല. ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് തെണ്ടാമെന്ന് കരുതിയ, പള്ളിയിലൊന്ന് നിവർന്നു നിന്ന് കൈനീട്ടി വാങ്ങാനുള്ള കഴിവില്ലാതെ പോയ പാവപ്പെട്ട പിതാവിന്റെ രോദനം കാണാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് കണ്ണില്ലാതെ പോയാൽ അല്ലാഹു പറയുന്നു, അശ്രദ്ധ മൂലമാണ് നീ അതും കാണാതെ പോയത്. എത്രയോ സങ്കടത്തിന്റെ വിളിനാട് നിന്റെ കാതിലൂടെ കേട്ടു, നീ കേൾക്കുന്നില്ല. ആ സമയത്ത് നിനക്ക് ആസ്വാദനങ്ങളാണ്. വഅള് പറഞ്ഞാൽ ആളുകൾ വരൂല. മൊയ്ലിയാര് പറയുന്നത് ഖുർആനല്ലേ, അയാൾ പറയുന്നത് ഖുർആനല്ലേ. ഖുർആനെ കേൾക്കാൻ ആർക്കായി ഇപ്പൊ താല്പര്യമല്ല? പാട്ടുപാടുമോ? നല്ല രീതിയിൽ കരുണാനന്ദകരമായ മാപ്പിള പാട്ട് പാടുമോ? സിനിമാ ഗാനം പാടുമോ? എന്നാലും സഹോദരിമാർ റെഡിയാണ്. ഗാനമേളകൾക്ക് സഹോദരിമാര് തയ്യാറാണ്, സഹോദരങ്ങള് തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കേണ്ടത് കേൾക്കാത്ത കാതുള്ളവനെ പറ്റി അല്ല പറഞ്ഞു, അവൻ അശ്രദ്ധയോടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ അശ്രദ്ധയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരന്, ചെറുപ്പക്കാരി അല്ലാഹു പരിചയപ്പെടുത്തിയത് അല്ലാഹു എന്ന് പറഞ്ഞ അടിമയുടെ കൂട്ടത്തിലല്ല, മറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക കൽ അൻആം
അവന് നാൽക്കാലികളെ പോലെയാണ്. അല്ല, ബൽഹും ളല്ലൂ, അതിനേക്കാൾ നിന്ദ്യനാണ്, നീചനാണ്, നികൃഷ്ടനാണ്, മ്ലേച്ഛനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് വരെ കാണേണ്ടത് കണ്ടിട്ടുണ്ടോ? കേൾക്കേണ്ടത് കേട്ടിട്ടുണ്ടോ? ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. നമ്മൾ അശ്രദ്ധയോടെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇത് എന്റെ കാര്യമാണ് ഈ പറയുന്നത്, ഇതെന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളോടും സംഘാടകരോടും കേൾക്കാമെന്ന അനുവാചകരോടും ഒക്കെ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്നും കാണേണ്ടത് കാണുന്നില്ല. അങ്ങനെ ഇരിയല്ലേ, ബാങ്ക് കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു, എരുമയും കേൾക്കുന്നു, പോത്തും കേൾക്കുന്നു, കാളയും കേൾക്കുന്നു. കാളയ്ക്ക് പള്ളി പോകണമെന്ന് തോന്നുന്നു. പള്ളിപ്പറമ്പിൽ കെട്ടിയിരിക്കുന്ന കാള, ഉളുഹിയക്ക് കൊണ്ടുവന്ന പോത്ത്, പശുവിനാരും കൊണ്ടുവരാത്തതുകൊണ്ട് പിന്നെ അത് പറയേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, കാളയും പോത്തും ആടും പള്ളിപ്പറമ്പിൽ നിന്നും മേഞ്ഞു നടക്കുമ്പോൾ ഉളുഹിയക്ക് കൊണ്ടുവന്ന, ബലിയർപ്പണത്തിന് കൊണ്ടുവന്ന ഈ മൃഗങ്ങൾ പള്ളിയിലെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഒരു അനക്കുണ്ടോ? പള്ളി പോണോന്ന് ഇല്ല. ഞാൻ ഓടിച്ചെന്ന് പള്ളി കയറി നിസ്കരിക്കേണ്ട, ഇക്കാമത്ത് കൊടുത്തു എന്ന് വെപ്രാളുണ്ടോ പോത്തിന്? ഇല്ല. ഈ പോത്തിനോ തീരെയില്ല. ഈ പോത്തിന് തീരെയില്ല. സഹോദരിമാരെ, നാടിന്റെ നാനാ ഭാഗങ്ങളിലും നടക്കുന്ന ഏതെങ്കിലും ഒരു കാളിക്ക് ഒരു പശു പെണ്ണാണ്, കാളാണാൻ, പോത്ത് അത് ആണാൻ, എരുമ പെണ്ണാൻ. നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും പശു നടന്നു പോകുമ്പോ പള്ളിയിലെ ഉസ്താദ്, ഷഹീർ ഉസ്താദ് വരെ നാണം മറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്ന ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും പശുവിന് തോന്നുവോ? ഏതെങ്കിലും എരുമയ്ക്ക് തോന്നുവോ? ഏതെങ്കിലും കാളയ്ക്കും പോത്തിനും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരുമ്പോൾ നാണം മറയ്ക്കാതെയാണ് നടക്കുന്നത് എന്ന ചിന്ത ഈ എരുമയ്ക്ക് വരുമോ? ഈ കാളയ്ക്ക് വരുമോ? വരില്ല. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ കാളയ്ക്കും എരുമയ്ക്കും, ആണിനും പെണ്ണിനും ഒരു നാണമില്ലാതെയായി. അല്ലേ? തുറന്നിട്ടുകൊണ്ട് നടക്കുക, ശരീരം മറയ്ക്കാതിരിക്കുക, ഔറത്ത് മറയ്ക്കാതിരിക്കുക. പറയുമ്പോൾ നമ്മളൊക്കെ ശൈലി അനുസരിച്ച് വാക്കുകൾക്ക് ഒരുപക്ഷെ മൂർച്ച കൂടും, ചിലപ്പോൾ മൂർച്ച കുറയും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിഷ്കളങ്കമായി, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ദ്വയാർത്ഥങ്ങളൊന്നും കൊടുക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പശുവിനെ പോലെയായി, പോത്തിനെ പോലെയായി. അള്ളാഹ് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റുള്ളത്? കാലം എന്റെ സഹോദരങ്ങളെ തെളിയിക്കുന്നില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് വിശാലമായി അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. അശ്രദ്ധ വിടുക. അള്ളാഹ് ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ നമ്മൾ മക്കളോട് ചോദിക്കുക. നമ്മളുണ്ടാക്കിയ നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെടുത്ത് നമ്മൾ ചോദിക്കാൻ, ഇവിടെ വൃത്തികെട്ട വാക്കാണോ എന്ന് എനിക്കറിയില്ല, സഭ്യതയില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട് അതൊരു വലിയ തെറ്റല്ല. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു, ആ കുരുത്തക്കേട് കാണിക്കുന്ന കുഞ്ഞിനോട് നമ്മൾ ചോദിക്കും, നിന്നെ ഞാൻ ഇതിനാണോ ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു ചോദ്യം വാപ്പ ചോദിച്ചാൽ വാപ്പാടെ ഡിക്ഷണറിയിലെ ഏറ്റവും ഒടുവിലത്തെ വാക്കാണ്, ഇനിയൊരു വാക്കില്ല. ഭാര്യ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ ഭർത്താവ് ചോദിക്കും, നിന്നെ ഞാൻ ഇതിനാണോ കെട്ടിയത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഭർത്താവിന്റെ ഡിക്ഷണറിയിൽ ഇനി അതിനപ്പുറത്തൊരു വാക്കില്ല. ഇതേ വാക്ക് അല്ലാഹു നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ഗൗരവത്തോടെ കേട്ടോളി എന്റെ പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത് പരിശോധിച്ചു നോക്ക്. അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ പവർ നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. ആ ചോദ്യത്തിന്റെ പവർ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ചോദിച്ച ചോദ്യം എന്താ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ وأنكم إلينا لا ترجعون. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലൂടെ ചോദിക്കുകയാണ്, അഫഹസിബതും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് അല്ലാഹു ചോദിക്കും? അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ ഞാൻ അങ്ങ് വെറുതെ പടച്ചതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ ഒരു ഉപയോഗമില്ലാതെ തിന്നാനും രസിക്കാനും രമിക്കാനും വേണ്ടി വിട്ടതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, അന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ മടങ്ങി
വരില്ലെന്ന് നിങ്ങൾ കരുതിപ്പോയോ? സഹോദരങ്ങളെ, ഈ വാക്കിന്റെ വിപ്ലവകരമായ അർത്ഥത്തിന്റെ ഗാംഭീര്യമായ അർത്ഥഗർഭമായ അതിന്റെ പവർ, അതിന്റെ വീര്യം, അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കണോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഖാവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഒരു മാനസിക രോഗിയായ, ശാരീരികമായി ഒരുപാട് രോഗങ്ങൾ പേറി നടക്കുന്ന, മാനസികമായി വിഭ്രാന്തി കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നടന്നു വരികയാ. ആ വരുന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലെത്തിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതിയിട്ട് ആ മനുഷ്യന്റെ കാതിലേക്ക് ഊതി കൊടുത്തു എന്നാണ്, ചെവിയിലേക്ക് ഊതി കൊടുത്തു. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇതങ്ങോട്ട് ഓതിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളാ മനുഷ്യന്റെ കാതിൽ ഊതി കൊടുത്തെന്നാണ്. ആ സമയത്ത് ആ മനുഷ്യന്റെ രോഗം മുഴുവനും അല്ലാഹു മാറ്റിക്കൊടുത്തു. ആ മനുഷ്യന്റെ രോഗം അങ്ങ് മാറി, ആ മനുഷ്യന്റെ രോഗം അങ്ങ് മാറി. ഈ വിവരം മദീനയിൽ മൊത്തം പാട്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാതിലെത്തുകയാ. റസൂൽ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇബ്നു മസ്ഊദ്, നീ ഏത് ആയത്താണ് മോനെ ഓതി കൊടുത്തത്? ഏതായത്താണ് ആ രോഗിയുടെ കാതിൽ ഊതി കൊടുത്തതെന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാൻ ഓതി കൊടുത്തത് ഇന്ന ആയത്താണ്, ഇന്ന ആയത്താ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാ. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ബഗവി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, ഞാൻ എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ എന്ന് പറഞ്ഞാൽ പടച്ചവനെ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലന മൂഖിനന ഖറഅഹാ അലൽ ജബലി ലസാല, ഏതെങ്കിലും ഒരാൾ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് യഖീനോടെ ഇതൊന്ന് ഓതിക്കഴിഞ്ഞാ, ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഏതെങ്കിലും ഒരാള് ഈമാനോടെ യഖീനോടെ ഈ ആയത്തൊന്ന് ഓതിക്കഴിഞ്ഞാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലസാല, ആ പർവ്വതം അങ്ങ് നടന്ന് നീങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിൽക്കുന്ന പർവ്വതം പോലും നീങ്ങിപ്പോകും. ഞാൻ ഇത് ഓതിയിട്ട് സ്റ്റേജ് പോലും നീങ്ങുന്നില്ല. നിങ്ങളൊന്ന് ഓതി നോക്കിയ കസേര പോലും നീങ്ങൂലല്ലോ. എന്താ കാര്യം? റസൂൽ രണ്ട് ഡിമാൻഡ് പറഞ്ഞു. ഒന്ന് ഈമാൻ വേണം, രണ്ട് യഖീൻ വേണം. ഇത് രണ്ടും നമുക്കില്ല. ഇത് രണ്ടും നമുക്കില്ല. അപ്പൊ നമ്മൾ ഓതിയാ നീങ്ങൂല. അങ്ങനെ നീങ്ങിയവരായിരുന്നു മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. ജീലാനി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രകാശം, ഒരു ഭയങ്കര പ്രകാശം. ആ പ്രകാശം ഇങ്ങനെ അടിച്ചു വീശി എല്ലാവരും അത്ഭുത സ്തബ്ധരായി, എല്ലാവരും പരിഭ്രമചിത്തരായി. ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങി. എന്താ പറഞ്ഞത്? യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറേ, അബ്ദുൽ ഖാദിറേ, അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ്, ഞാൻ നിന്റെ റബ്ബാണ്. ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ട്, പടച്ചവനെ കാണല്ലേ, അള്ളാഹുവിനെ കാണല്ലേ. എന്നിട്ട് പറഞ്ഞു, ഖദ് ഹുല്ലിലത് ലക മാ ഹറംതു ലക, നിനക്ക് ഹറാമാക്കി തന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഹലാലാക്കി തന്നിരിക്കുകയാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ശിഷ്യന്മാരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, ത്വബഖാത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു വലിയ പ്രകാശം വന്നു. ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിൽ ഒരു അശരീരി മുഴങ്ങി. യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിർ എന്നാണ് പേര്. മുഹ്യിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ പുനർജീവിതം കൊടുത്തയാളെന്നാണ്, ഒരു നവോന്മേഷം കൊടുത്തയാളെന്നാണ്. ജീലാനി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. യാ അബ്ദുൽ ഖാദിർ, അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ്. ഖദ് ഹുല്ലിലത് ലക മാ ഹറംതു ലക, നിനക്ക് ഞാൻ ഇതുവരെ ഹറാമാക്കിയതൊക്കെ നിനക്ക് ഹലാലാക്കി തന്നിരിക്കാൻ. കള്ളുടിക്കാൻ, പെണ്ണ് പിടിക്കാൻ, പലിശ വാങ്ങാൻ, എന്തോണോ ചെയ്യാം. ശിഷ്യന്മാർക്കൊക്കെ സന്തോഷായി. നമ്മളും അങ്ങനെയല്ലേ. ആ സമയത്ത് എല്ലാരും അത്ഭുതപ്പെട്ട്, പടച്ചോ വന്ന് നിൽക്കുകയല്ലേ, എല്ലാരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ അശരീരി കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പടച്ചോന്റെ ശത്രുവെ മാറിപ്പോടാ, അള്ളാഹുവിന്റെ ശത്രുവെ മാറിപ്പോടാ എന്ന് പറഞ്ഞു. ശൈത്താനാ വന്ന് നിൽക്കുന്നത്. ശിഷ്യന്മാരെ ചോദിച്ചു, മഹാനവറുകളെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ശൈത്താനാണ് എന്ന്? അപ്പോഴാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എടാ, അള്ളാഹു ഹലാലാക്കിയ കാര്യം പിന്നെ ആരും ഹറാമാക്കൂല.
അള്ളാഹു ഹറാമാക്കിയ കാര്യം പിന്നെ ആരും ഹലാലാക്കൂല. അങ്ങനെ ആയിരുന്നെങ്കിൽ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരണമായിരുന്നു. നബിതങ്ങളുടെ കാലഘട്ടത്തോടുകൂടി റസൂലുള്ളാഹിയോടുകൂടി അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഒരു പുതിയ കാര്യം ഹലാലാവൂല, ഒരു പുതിയ കാര്യം ഹറാമും ആവൂല. മാത്രമല്ല അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ പിന്നെ ഒരാൾക്ക് വേണ്ടി അള്ളാഹു തആല അത് ഹലാലാക്കി കൊടുക്കൂല. എനിക്കറിയാം ഈ വന്നത് ശൈത്താനാണ്. അവരാണ് മഹാരഥന്മാർ, അവരാണ് ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലേ, അവർ പ്രസംഗിച്ചാൽ സദസ്സളവുമായിരുന്നു. ഒരു വഅലിനേറ്റു, ഒരു പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം പോകാൻ വേണ്ടി റെഡിയാകുന്നതിന് മുമ്പ് ഒരു ശിഷ്യനോട് പറഞ്ഞു, പോയി പ്രസംഗിക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ആ ശിഷ്യൻ വന്ന് പ്രസംഗിച്ചു. എന്തോ ഒരു പ്രസംഗമാണ്, ലോകത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം ആരും കേട്ടിട്ടില്ല. ജനനിബിഡമാണ് സദസ്, വളരെ വലിയ ഒരു വലിയ സദസ്, ജനാവലി, ഒരു വലിയ പാരാവാരം പോലെയുള്ള മനുഷ്യ സഞ്ചയം. അതിന്റെ നടുവിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങി. ഖുർആനിന്റെ ആയത്തുകളുടെ ഘോഷയാത്ര, ഹദീസുകളുടെ പരമ്പര, പര്യായ പദങ്ങളുടെ പരമ്പര. പ്രസംഗം വല്ലാതെ ആളുകൾ കേട്ട് തരിച്ചിരുന്നു പോകുന്ന പ്രസംഗം. കുറെ ആളുകൾ കൈയടിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയാൻ ആവേശം. കുറച്ച് ആളുകൾ ഉറങ്ങി തൂങ്ങി അപ്പുറത്തിരിക്കുന്നവന്റെ തോളിലും ഇപ്പുറത്തിരിക്കുന്നവന്റെ കസേരയിലും അവിടെ ഇരിക്കുന്നവന്റെ മടിയിലും ഒക്കെ വീഴുകയാണ്. ചിലരിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കളിക്കേണ്ട, വേറെ എന്തൊക്കെ കളി കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശൈഖ് ജീലാനി തങ്ങൾ സദസ്സിലോട്ട് കയറി വന്നത്. അദ്ദേഹം വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, മൈക്കൊന്നും ഇല്ലല്ലോ, ഉണ്ടോന്ന് അറിയില്ല, എന്തായിരുന്നാലും സദസ്സിനോട് പറഞ്ഞു, എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പൂച്ചയാണ്, ഞാനും ഒരുപാട് സ്നേഹിച്ചിരുന്ന പൂച്ചയാണ്. ആ പൂച്ച ഇന്നലെ ചത്തുപോയി, ഇന്നലെ മരിച്ചുപോയി. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ സദസ് ഒന്നടങ്കം പൊട്ടിക്കരച്ചിലായി. സദസ് പൊട്ടിക്കരച്ചിലായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഖുർആനിന്റെ ആയാത്തുകളുടെ ഒരു പരമ്പരയും ഹദീസുകളുടെ ഒരു വലിയ ബഹളവും പര്യായ പദങ്ങളുടെ ഘോഷയാത്രയിലും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാൻ അവിടെ ഒരുമിച്ചുകൂടി ആളുകൾ അശ്രദ്ധരോടെ ഇരുന്നപ്പോൾ കയറിന്നിട്ട് നിസാരമായ ഒരു പൂച്ച ചപ്പ കാര്യം പറഞ്ഞപ്പോൾ സദസ്സൊന്നടങ്കം പൊട്ടിക്കരഞ്ഞത്. അവരൊക്കെ യഖീനും ഈമാനും ഉള്ളവരായിരുന്നു. നമുക്കതില്ലാതെ പോയി. പടച്ചോ നമുക്ക് യഖീനും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു ചോദിച്ച ആ ചോദ്യം, പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഈമാനും യഖീനും ഉള്ള ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ പർവ്വതം നടന്നു നീങ്ങുമെന്നാണ്. എന്തിനാ സംശയിക്കുന്നത്? അള്ളാഹ് പറഞ്ഞില്ലേ, ഈ വിശുദ്ധമായ ഖുർആൻ എങ്ങാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് തരിപ്പണമായി പപ്പടം പോലെ പൊടിഞ്ഞു പോകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം വിശദീകരിച്ചുകൊണ്ട് നിന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. അശ്രദ്ധയോടെ ജീവിക്കുന്ന മനുഷ്യന് നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹത്തോടെ തേനെ പാലേ എന്ന് വിളിക്കൂ. നിന്റെ ഭർത്താവിനെ നീ എത്രത്തോളം സ്നേഹത്തിന്റെ മനോഹരമായ പ്രേമത്തിൽ പൊതിഞ്ഞെടുത്ത ചാലിച്ചെടുത്ത നാമങ്ങളും പേരുകളും നീ വിളിക്കൂ. പക്ഷെ അള്ളാഹു നിന്റെ ഭർത്താവിനൊരു പേരിട്ടിട്ടുണ്ട്. നിനക്ക് നിന്റെ പൊന്നുമക്കളെ എന്തെല്ലാം വിളിക്കും? കരളെ എന്ന് വിളിക്കും, മുട്ടയെന്ന് വിളിക്കൂ. പൊന്നുമക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന പിതാവ്, എന്തെല്ലാം മനോഹരമായ പേരുകളുണ്ടോ അതെല്ലാം ഇട്ട് വിളിക്കൂ. പക്ഷെ നിന്റെ പൊന്നുമോനെ അള്ളാഹു വിളിച്ച ഒരു പേരുണ്ട്, നാൽക്കാലിയേക്കാൾ അതപ്പതിച്ചവനെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ അശ്രദ്ധ വേണ്ട. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ പറയുന്നത് എന്താണ്? അല്ലോ മറന്നുപോയി, പെട്ടെന്ന് ഓർത്തില്ല, മറന്നുപോയി. ചാപ്പാട് കഴിക്കാനുള്ള സമയം മറന്നില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് മുമ്പ് കഴിക്കുമല്ലോ, ലഞ്ച് 2 മണിക്ക് മുമ്പ് കഴിക്കുമല്ലോ, ഡിന്നർ 7-8 മണിക്ക് മുമ്പ് കഴിക്കുമല്ലോ. അതൊന്നും നീ മറന്നില്ല. പക്ഷെ അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളത് മുഴുവനും മറന്നുപോയാ നിന്നെ പടച്ചവന് മറക്കുന്ന ഒരു സമയമുണ്ട് മോനെ. അള്ളാഹു നിന്നെ മറക്കുന്ന ഒരു സമയമുണ്ട്. അള്ളാഹു നിന്നെ മറന്നു കഴിഞ്ഞാ നിന്നെ സഹായിക്കാൻ ലോകത്താരും വരില്ല. ഒരു ചാമുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറക്കുമ്പോ ആ മത്സരാവൻ സഭയിൽ നീ പൊരിവയിലപ്പ് നിന്ന് നട്ടം തിരിഞ്ഞ് വിയർത്തൊലിച്ച് നീ വല്ലാത്ത ഒരവസ്ഥയായി പോകും. അതുകൊണ്ട് അശ്രദ്ധയിൽ
അശ്രദ്ധയിൽ നിന്ന് മാറിയിട്ട് ശ്രദ്ധയുള്ള ജീവിതത്തോടെ മുന്നോട്ട് പോകണേ. അള്ളാഹു അതിനെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ഞാൻ ചുരുക്കി പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ വിഭാഗത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വിഭാഗം അശ്രദ്ധ മൂലം അവര് നാൽക്കാലികളെക്കാർ അതപ്പതിച്ചവരാൻ. ടോട്ടലായിട്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞു. ഇനി ഒരു മൃഗത്തെ എടുത്ത് അള്ളാഹു പറയാൻ. കേട്ടോളി, നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു പക്ഷെ നമ്മൾ ഉണ്ടാവൂല, ഈ പറഞ്ഞതിൽ നമ്മൾ ഉണ്ടാവൂല, എന്നാൽ ഇനി പറയാൻ പോകുന്നതിൽ നമ്മളൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ മൃഗത്തോട് വമ്പിച്ച രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഐഹിക ആസക്തിയോടെ സമ്പത്തിനെ വാരിക്കൂട്ടാനുള്ള സാമ്പത്തികമായ മോഹത്തോടെ നടന്നു പോകുന്നവനെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് എന്തിനോടെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നബി തങ്ങളോട് പറയുന്നു, നബിയേ, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ فانسلخ منها فاتبعه الشيطان فكان من الغاوين. അള്ളാഹു നമ്മളോട് ഓതിത്തരാൻ നബി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വത്ലു അലൈഹിം, നബിയെ അവർക്ക് ഓതിക്കൊടുക്കു. മുകൾ വിളക്കാർക്ക് ഓതിക്കൊടുക്കു നബിയെ, ഓതിക്കൊടുക്കു. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും പറഞ്ഞു കൊടുക്കു നബിയെ. നബഅല്ലദീ ആതൈനാഹു ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത ഒരു വിഭാഗത്തിൽ ഒരാളിന്റെ കഥ, ഒരാളിന്റെ ചരിത്രം, എന്റെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു, ഞാൻ അവന് ഹിക്മത്ത് കൊടുത്തു, എന്റെ ആയാത്തുകൾ കൊടുത്തു. ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് അവന് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ ഫതുബഉ ശൈത്താനു, അവന്റെ പിന്നാലെ ശൈത്താൻ കൂടി. ഫകാന മിനൽ ഗാവീൻ, അവന് പിഴച്ചവരിൽ പെട്ടുപോയി എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലൗ ശിനാ ലറഫഅനാഹു ബിഹാ, ഞാൻ കൊടുത്ത ആയാത്തുകൾ കൊണ്ട് ഒരുപക്ഷെ അവനെ ഉയർന്നേനെ. ഞാൻ വേണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവനെ ഉയർത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വതബഅ ഹവാ. അല്ലാഹു പറഞ്ഞ വാക്കൊന്ന് ചിന്തിക്കണേ, എത്ര മനോഹരമാണ്. അല്ലാഹു പറഞ്ഞു, അഖ്ലദ ഇലൽ അർളി, ഭൂമി ശാശ്വതമാണെന്ന് അവനെ മനസ്സിലാക്കി. അവനെ ഞാൻ ഇൽമ കൊടുത്തു. ഇതാരുടെ കഥയെന്നറിയുമോ? ഇതാരുടെ കഥയെന്നറിയുമോ? ബനൂ ഇസ്രായേൽ ഒരു പണ്ഡിതന് ജീവിച്ചിരുന്നു. പണ്ഡിതന്മാരെ പറ്റി അള്ളാഹു കളിയാക്കുമ്പോ ആലിമീങ്ങളെ പറ്റിയിട്ട് ചില ആലിമീങ്ങളെ പറ്റി റസൂൽ കളിയാക്കുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ യവന്മാർക്ക് ഇത്തിരി കുഴപ്പമാണ്. രണ്ട് കിട്ടട്ടെ, വയറ് നിറയട്ടെ. സഹോദരങ്ങളെ, ആലിമീങ്ങളില്ലെങ്കിൽ ലോകമുണ്ടോ? ആലിമീങ്ങളില്ലെങ്കിൽ ലോകമുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന 6000 രൂപ ശമ്പളം പറ്റുന്നവരാണെന്ന് കരുതല്ലേ. അവർക്ക് തെങ്ങിക്കേറാൻ അറിയാത്തത് കൊണ്ടാണ്, അവർക്ക് മാവിന്റെ മുകളിൽ കയറാൻ അറിയാത്തത് കൊണ്ടാണ്, അവര് അള്ളാന്റെ കിതാബുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. അവരുടെ വീട്ടിലും അന്നം കഴിക്കണ്ടേ, അവരുടെ വീട്ടിലും ആഹാരം കഴിക്കുന്നവരുണ്ട്, അവരുടെ വീട്ടിലും പച്ചരി ആഹാരം കഴിക്കുന്നവരുണ്ട്, അവരുടെ വായും വയറും നിറയണ്ടേ. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ പുച്ഛിച്ച അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്നെ പുച്ഛിക്കുന്നത് പോലെയാണ്. ഇന്ന് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ പള്ളിയിലെ ഇമാമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട യഹിയ മുസ്ലിയാർ, അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിച്ചെന്നിരിക്കട്ടെ, ഞാൻ ആക്ഷേപിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തിനെ ചീത്ത പറഞ്ഞെന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുന്നതെന്നറിയോ? അദ്ദേഹത്തിനെ ചീത്ത പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ ചീത്ത പറഞ്ഞത് പോലെയാണ്. അവിടുന്ന് കടന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ആദ്യത്തെ മുദരിസാരാ നബി മുഹമ്മദ് മുസ്തഫ, ആദ്യത്തെ പള്ളി ദർസ് എവിടെയാണ്? മദീനത്തുൻ നബവിയാണ്. ആ മദീനയുടെ മണവാളനെ രാജകുമാരാ, നബിയുൽ ഹറമൈനി ഇമാമുൽ ഖിബ്ലതൈനി മുഹമ്മദ് മുസ്തഫ, പൊന്നാര നബി തങ്ങളെ ചീത്ത വിളിച്ചത് പോലെയാണോ? അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചാൽ അല്ലാഹനെ തെറി വിളിച്ചത് പോലെയാണ്. അല്ലാഹനെ തെറി വിളിക്കുന്നവനെ അല്ലാഹു വെറുതെ വിടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് പണ്ഡിതന്മാരെ പറ്റി അല്ലാഹു പറഞ്ഞ കേട്ടോണ്ടിരിക്ക, റസൂല് പറഞ്ഞ കേട്ടോണ്ടിരിക്ക. അങ്ങനെ അല്ലാഹു പറഞ്ഞ ഒരു പണ്ഡിതന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ.
ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൽപ്പിച്ച ഒരു പണ്ഡിതന്റെ കഥയാണ്. അള്ളാഹു ആ പണ്ഡിതന് എപ്പത്തോളം പവർ കൊടുത്തെന്നറിയോ? 2 കരങ്ങൾ ഉയർത്തിയാൽ ആ കരങ്ങള് പിന്നോട്ട് വലിക്കുന്നതിന് മുമ്പ് അള്ളാഹു ചോദിച്ചത് മുഴുവനും കൊടുത്തിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥിരം സന്ദർശകനായിരുന്നു. ഏത് സമയത്തും ബൈത്തുൽ മുഖദ്ദസില. ഏതാണ് ബൈത്തുൽ മുഖദ്ദസ് എന്നറിയോ പെങ്ങള്? അള്ളാഹുവിന്റെ പള്ളികളിൽ 3 പള്ളികൾ കാണും മഹത്വം. ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാമാണ്. മുകളുള്ള പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത് 1 റക്അത്താണ്. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലിയാ. രണ്ടാമത് മദീനത്തുൻ നബവിയാണ്. ഇവിടെ 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മദീനത്ത് നിസ്കരിക്കുന്നവൻ 50,000 റക്അത്തിന്റെ കൂലിയാ. മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയാ, ബൈത്തുൽ മുഖദ്ദസ. ആ ബൈത്തുൽ മുഖദ്ദസിനകത്ത് നമസ്കരിക്കുമ്പോ 25,000 റക്അത്തിന്റെ കൂലിയാ. അല്ലാഹു ആദരിച്ച മൂന്നാമത്തെ പള്ളിയായ ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ പണ്ഡിതന്. തീരുന്നില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന് 1000 നാമമുണ്ടെന്നാണ്. 300 നാമങ്ങൾ ദാവൂദ് നബിക്ക് കൊടുത്ത സബൂറിനകത്ത് അല്ലാഹു പറഞ്ഞു. 300 എണ്ണം തോറ എന്ന തൗറാത്ത് എന്ന മോസസ് എന്ന മൂസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥത്തിൽ പറഞ്ഞു. 300 എണ്ണം ഈസാ നബിക്ക് കൊടുത്ത ഇൻജീൽ എന്ന വേറെ ഗ്രന്ഥത്തിൽ പറഞ്ഞു. ബാക്കി 100 അല്ലേ? അതിൽ 99 അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു. പിന്നെ ഒന്നാണ് 1000-ൽ 1-ാമത്തെ പേര് ഇസ്മുൽ അഅ്ലമാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ആ ഇസ്മുൽ അഅ്ലം പഠിപ്പിക്കപ്പെട്ട പണ്ഡിതനാ സഹോദരങ്ങളെ. ഈ പറയുന്ന പണ്ഡിതന് തീരുന്നില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്ന ഒരു പണ്ഡിതനാണ്. പേര് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ബൽആം ഇബ്നു ബഅൂറ എന്ന ആ പണ്ഡിതന്റെ പേര് ബൽആം ഇബ്നു ബഅൂറ എന്ന. നിങ്ങൾക്കറിയോ, മഹാനായ മൂസാ നബിയും പരിവാരങ്ങളും ശാമിലെത്തുകയാണ്. എന്തിനാണ് വന്നതെന്നറിയോ? കൻആനിലെത്തുകയാണ്. കൻആൻ എന്ന് പറയുന്ന പ്രദേശത്ത് മൂസാ നബിയും പരിവാരങ്ങളും വന്നു. എന്തിനാ വന്നതെന്നറിയോ? അവിടത്തെ അധർമ്മത്തെ തുടച്ചു മാറ്റാ, അവിടത്തെ അനീതിയെ തുടച്ചു മാറ്റാ, അവിടത്തെ അസത്യത്തെ തുടച്ചു മാറ്റാ. മഹാനായ മൂസാ നബിയും പരിവാരങ്ങളെ കടന്നു വന്നപ്പോൾ അവിടെയുള്ള തെമ്മാടികൾക്കറിയാൻ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. മൂസ വന്നത് സത്യം പറയാനാണ്. അസത്യത്തിന്റെ വക്താക്കളായ ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെടുമെന്നറിയാ. മൂസ വന്നത് നീതി പഠിപ്പിക്കാനാണ്. അനീതിയുടെ വക്താക്കളായ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിലനിൽപ്പില്ലെന്നറിയാ. സഹോദരങ്ങളെ, ധർമ്മം പഠിപ്പിക്കാൻ മൂസ വന്നപ്പോ അധർമ്മത്തിന്റെ വക്താക്കളായ തങ്ങൾക്കിനി നിൽപ്പില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. മൂസായ പരിവാരങ്ങളെയും ഇവിടെ നിന്ന് ആട്ടി ഓടിക്കണം. കായികമായി നേരിടാനുള്ള കഴിവില്ല. ഒന്ന് ശ്രദ്ധിക്കണേ, ചിന്തിക്കണേ. കായികമായി മൂസാ നബിയെ നേരിടാൻ കഴിവില്ലാത്തവരാണ്. എന്തുകൊണ്ടാണ്? 1.25 ലക്ഷത്തോളം വരുന്ന പണ്ഡിത പ്രവാചകന്മാരിൽ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. എന്റെ പേര് വഴക്ക് കൂടുമ്പോൾ ഒരുത്തനെ പിടിച്ചെന്നും മാറ്റിയതേ ഉള്ളൂ. അവൻ വീണ് ചത്തുപോയി. അറിയില്ലേ? അവിടെ നിന്നാണ് ശുഐബ് നബിയുടെ മദീനയിലേക്ക് ഒളിച്ചോടിയത്. ചരിത്രം നിങ്ങൾക്കറിയല്ലോ. ശക്തനായ പ്രവാചകനാണ്. തൊട്ടിടം കൊണ്ടേ പോകൂ. ശക്തനായ ധീരനായ പ്രവാചകനാണ്. മൂസാ നബിയോട് കായികമായി നേരിടാൻ കഴിയില്ല. നല്ല മസിൽ പവറാണ് മൂസാ നബിക്ക്. നല്ല മസിൽ പവറാണ്. നേരിടാൻ അവിടുത്തെ തെമ്മാടികൾക്ക് പേടിയാണ്. പിന്നെ ആകെയുള്ള പരിഹാരം എന്താണ് സഹോദരങ്ങളെ? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. സഹോദരങ്ങളെ, ഓടി വന്നു ബൽഅമിന്റെ അടുത്ത്. പണ്ഡിതനാണ്, ദുആ കിജാബത്തുള്ളയാളാണ്. വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? മൂസാ നബിയുടെ നാശപ്പിനല്ല, പിന്നെയോ മൂസാ നബി നാട് വിട്ടു പോണം, ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിലയുറപ്പിക്കണം, അതിനു വേണ്ടി ഒന്ന് ദുആ ഇറക്കുമോ? ആ സമയത്ത് ബൽഅം പണ്ഡിതനല്ലേ. ബൽഅം പറഞ്ഞതെന്താണ്? ഇല്ല, മൂസാ നബിയാണ്, കൂടെയുള്ളത് മുഅ്മിനീങ്ങളാണ്, അല്ലാഹുവിന്റെ മാലാഖമാരെ സംരക്ഷണം
സംരക്ഷണത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ ദുആ ചെയ്യൂല. സഹോദരങ്ങളെ, അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു ഉറക്കപ്പൽ അറിയിച്ചു കൊടുക്കും, ചെയ്തോ ചെയ്യരുത് എന്ന്. അന്ന് രാത്രി കിടക്കുമ്പോ അള്ളാഹു മൂസാനെ ഈ ബൽഅമിനെ ബാഉറയോട് പറഞ്ഞുവത്ര, ഇൽഹാം ചെയ്തുവത്രേ, എന്താ നീ ദുആരക്കരുത് മൂസാക്കെതിരെ. സഹോദരങ്ങളെ, നേരം വെളുത്തു ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അള്ളാഹു ഇന്നലെ എന്നോട് പറഞ്ഞു ദുആരക്കരുതെന്ന്. എന്താ അവരെ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തതെന്നറിയോ? ഈ ബൽഅം എന്ന് പറയുന്ന പണ്ഡിതന്റെ വീക്ക്നെസ് അറിയാ. ഒരു പുരുഷായുസ് ജീവിക്കാനുള്ള സ്വത്ത് കൊണ്ട് കൊടുത്തു, ദുനിയാവ് കൊണ്ട് കൊടുത്തു, സമ്മാനങ്ങൾ കൊടുത്തപ്പോ ബൽഅം ചോദിക്കും, ഇതാർക്കാണ് ഇത്രയും? ഇത് നിങ്ങൾക്ക് തന്നെയാണ്, ഒന്ന് ദുആ ചെയ്താ മതി. നിങ്ങളൊന്ന് ചോദിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് മൂസാ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ഇത് മുഴുവനും നിങ്ങൾക്കാണ്. ഒരു തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്തുണ്ട്, അതുകൊണ്ട് ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയ ബൽഅമുണ്ടല്ലോ, ആവാശയത്തിന് ആദർശത്തെക്കാ വില കൊടുത്ത പണ്ഡിതനുണ്ടല്ലോ, ബൽഅമിനെ ബാഊറ എന്തു ചെയ്തെന്നറിയോ? സഹോദരങ്ങളെ, തന്റെ കുതിരപ്പുറത്ത് കയറുകയാണ്. കുതിരപ്പുറത്ത് കയറിയിട്ട് ഹസ്സാൻ മലയിലേക്ക് പോവുകയാ. കുതിര കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ട് കുതിര അനങ്ങുന്നില്ല. ആ സമയത്താണ് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയിട്ട് ബൽഅം ചോദിക്കുന്നു കുതിരയോട്, എന്തേ അനുസരണക്കേട് കാണിക്കുന്നത്? ആ സമയത്ത് കുതിര പറഞ്ഞതെന്തെന്നറിയോ? വൈഹക യാ ബൽഅം ഐന തദ്ഹബു അമാ തറൽ മലായികത അമാമി. എവിടെയാണടാ ബൽഅമേ നീ പോകുന്നത്? നീ നശിച്ചടാ. ഇനി നിനക്ക് എന്ത് വിലയാടാ ഈ ലോകത്തുള്ളത്? നീ നശിച്ചു പോയടാ ബൽഅമേ. ഒരു കുതിര പറയുകയാണ്, തന്റെ തോളത്തിരുന്നല്ലേ ബൽഅം സഞ്ചരിച്ചിരുന്നത്, തന്റെ തോളത്തിരുന്നല്ലേ ദൈവത്ത് നടത്തിയത്, തന്റെ തോളത്തിരുന്നിട്ടല്ലേ പാപ്പന നിർവഹിച്ചത്. സഹോദരങ്ങളെ, തന്റെ തോളത്ത് കയറിയാണ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി കൊണ്ടിരുന്നത്. തന്റെ തോളത്തിരുന്നു കൊണ്ടാണ് ഇസ്മുൽ അഅ്ല ഉരുവിട്ടുകൊണ്ടിരുന്നത്. ആ കുതിര പറഞ്ഞു, ബൽഅമേ നിനക്ക് നാശമാണ്, വൈഹക യാ ബൽഅം നിനക്ക് നാശമാണടാ. നീ കാണുന്നില്ലേ മുന്നിലും മലക്കുകൾ നിൽക്കുന്നത്? എനിക്ക് പോകാൻ കഴിയുന്നില്ല. ആ സമയത്ത് അടിച്ചോടിച്ചെന്ന കുതിരപ്പുറത്തിരിക്കുന്ന ബൽഅമിനെയും കൊണ്ട് കുതിര പാഞ്ഞു കയറി ഹസ്സാൻ മലയിലേക്ക് കയറി. അവിടെ ചെന്ന് ദുആരക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കനാൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയ മൂസാ നബിക്കും പരിവാരങ്ങൾക്കുമെതിരെ ഹസ്സാൻ മലയുടെ മുകളിൽ നിന്ന് പണത്തിന്റെ കൊഴുപ്പിന്റെ പേരില് സമ്പത്ത് കിട്ടിയപ്പോൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവല്ലേ, പടച്ചവനല്ലേ. സഹോദരങ്ങളെ, മൂസാ നബിക്കും എതിരെയും ദുആ ചെയ്യുമ്പോ, അവിടത്തെ പരിവാരങ്ങൾക്കെതിരെ ദുആ ഇറക്കുമ്പോ അതെല്ലാം തന്റെ സമുദായത്തിന് പ്രതികൂലമാകാൻ തുടങ്ങി. തന്റെ ജനതയ്ക്ക് അനുകൂലമായി ദുആ ഇറക്കുമ്പോ അല്ലാഹു മൂസാ നബിക്ക് അത് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു നേരെ അങ്ങ് തിരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തപ്പോൾ എതിരായി ദ്വാരന്നു. ആ സമയത്ത് നാട്ടുകാര് ഓമന പേരിട്ട് വിളിച്ച നാട്ടുകാര്, സമ്മാനം കൊടുത്ത നാട്ടുകാര് നേരെ തിരിഞ്ഞു. എടാ ബൽഅമേ, നീ ഞങ്ങൾക്കെതിരായിട്ടാണടാ ദുആ ഇറക്കുന്നത്. ഇതിനാണാടാ പൈസ പറ്റിയത്, ഇതിനാണാടാ ശമ്പളം പറ്റിയത്, ഇതിനാണാടോ ഞങ്ങൾ കൈക്കൂലി ക്കുന്നത്. ആ സമയത്ത് ബൽഅമിന് മിണ്ടാൻ പറ്റുന്നില്ല. നോക്കുമ്പോ അല്ലോ നാവ് താഴേക്ക് നീണ്ടു വരികയാണ്. നാവ് താഴേക്ക് നീണ്ടു വന്നു. ദുനിയാവിന് വേണ്ടി മണ്ണിന് വേണ്ടി അള്ളാന്റെ ദീനിനെ കളഞ്ഞു കുളിച്ച ആളാണ് ബൽഅം. അതാണ് അള്ളാഹു പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനെ ഉയർത്തുമായിരുന്നു. പക്ഷെ അവന് സംഭവിച്ചതെന്താണ്? അഖ്ലദ ഇലൽ അർളി, ഇനിയും ഒരുപാട് നാൾ ജീവിക്കാമെന്ന മോഹം മനസ്സിൽ കയറിക്കൂടി. അവന് ഹവയെ പിൻപറ്റി, അവന്റെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി. എന്റെ സഹോദരങ്ങളെ, നാവ് നീണ്ടിറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ നബിയോട് പറയുന്നു, നബിയേ, അവന്റെ അവസ്ഥ എന്തെന്നറിയോ? മസലുഹു കമസലിൽ കൽബി
ഇസ്മുൽ ആലം പഠിച്ചിരുന്ന പണ്ഡിത, ബൈത്തുൽ മുഖദ്ദസിന്റെ സന്ദർശകനായിരുന്ന പണ്ഡിതനാ. സഹോദരങ്ങളെ, ഏത് കാര്യം ചോദിച്ചാല് കൈവലിക്കും മുമ്പ് അല്ല കൊടുത്തിരുന്ന പണ്ഡിതനാ. ആ പണ്ഡിതനെ പറ്റി അല്ലാഹു പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം എന്തെന്നറിയോ? അവൻ ആരെ പോലെയാണെന്നറിയോ? അവനും നായയെ പോലെയാ, അവന് പട്ടിയെ പോലെയാ. എന്നിട്ട് അല്ലാഹു അവന്റെ നാവ് കണ്ടിട്ട് അല്ലാഹു പട്ടിയുടെ അടയാളം പറഞ്ഞു. കല്ലെടുത്തെറിഞ്ഞാൽ പട്ടിയുടെ നാക്ക് പുറത്താ. ഇനി നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞില്ലെങ്കിലും പട്ടിയുടെ നാക്ക് പുറത്താണ് എന്നതുപോലെ ഈ പട്ടിയുടെ നാക്കും പുറത്തായത് കണ്ടില്ലേ? അല്ലാഹു ആ മനുഷ്യനെ പറ്റിയിട്ട് നായയെ പോലെ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ എന്താ കാര്യമെന്നറിയോ? രണ്ട് ഗുരുതരമായ വീഴ്ചകളാ. ഒന്ന് അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ, ഇനിയും താമസിക്കാമെന്ന ചിന്തയിൽ ശരീരയിച്ഛയെ പിൻപറ്റി പലിശയ്ക്ക് പണമെടുത്തു. നമ്മൾ ചെയ്യുന്നതാണ് പലിശയ്ക്ക് പണം എടുക്കുക. എന്തിനാണ് ചിന്ത? ഇനിയും നാളെ ഒരുപാട് ജീവിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയി ലോട്ടറി എടുത്തു. ലോട്ടറിയൊക്കെ ഞാൻ പറയാറുള്ളു സഹോദരങ്ങളെ ഇസ്ലാമികവൽക്കരിച്ചിരിക്കുക. ലോട്ടറി അല്ലേ? വടക്കോട്ടുള്ള യാത്രയിൽ ഒരു ലോട്ടറി കടയുടെ മുന്നിൽ വലിയ അക്ഷരത്തിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ലോട്ടറി കടയ്ക്ക് ഒരു പേരുണ്ടാവുമല്ലോ, ലോട്ടറി കടയ്ക്ക് ഒരു പേരുണ്ടാവുമല്ലോ, എല്ലാത്തിനും പേരുണ്ടല്ലോ. ലോട്ടറി കടയുടെ പേരാണ് ഹാദാ മിൻ ഫളലി റബ്ബി. ഒരു ലോട്ടറി കടയുടെ പേര് ഹാദാ മിൻ ഫളലി റബ്ബി. അർത്ഥം എന്താ? ഈ കാണുന്നത് മുഴുവനും എന്റെ പടച്ചോന്റെ ഔദാര്യമാണ്. ഈ അറബി അക്ഷരം കാണുമ്പോ ആളുകൾ ഓടിച്ചെന്നും കയറും. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും താമസിക്കണം, ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമെന്ന മോഹത്തോടുകൂടി തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവുക. ഇങ്ങനെ ചെയ്യുന്നവൻ നായയ്ക്ക് 3 പ്രത്യേകതയാണ്. നായയ്ക്ക് 3 പ്രത്യേകത. നായയുടെ സ്വഭാവം തന്നെ ഉദരപൂജയാണ്. അവന്റെ വയറ് നിറയ്ക്കാൻ വേറെ ഒരു ലക്ഷ്യവും ഇല്ല. നായയ്ക്ക് 3 പ്രത്യേകത ഏതൊക്കെയാണ്? 1, എപ്പോഴും മണം പിടിച്ചേ നായ നടക്കൂ. എപ്പോഴും മണം പിടിച്ച്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. എവിടെ 10 പൈസ കിട്ടും നോക്കി നടക്കുക, എവിടെ 10 പണം ഒപ്പിക്കാൻ പറ്റും അങ്ങനെ നോക്കി നടക്കുക. 2, നിങ്ങൾ ആരും ആ ഗണത്തിൽ പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്, പടച്ചോ നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ആകരുതെന്ന, അങ്ങനെ ആകരുതെന്ന. അങ്ങനെ ആയിപ്പോയതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരു തള്ള, ഒരു മാതാവ് കുഞ്ഞിനോട് പറഞ്ഞു, ഒരു കുടം കൊടുത്തിട്ട് പറഞ്ഞു നിറച്ച് വെള്ളം കോരി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുടവുമായിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞ് നടന്നു നീങ്ങിയപ്പോ തിരിച്ചു വിളിച്ചു, മോളങ്ങ് വന്നേ. അടുത്തേക്ക് വിളിച്ചിട്ട് ഒരൊറ്റ ആടി മുഖത്ത് ഒരാടി അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കുടം പൊട്ടിക്കാതെ കൊണ്ടുവരണം. ഇത് കണ്ടു ആളുകൾ പറഞ്ഞു, നീ ദുഷ്ടയല്ലേ, ആ കുട്ടി കുടം പൊട്ടിച്ചില്ലല്ലോ, എന്നിട്ട് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ രസമുണ്ടായിരുന്നു. ആ മാതാവിന്റെ മറുപടി, അടി കൊടുത്തു കഴിഞ്ഞ് അല്ല, കുടം പൊട്ടിച്ചിട്ട് അടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കുടം തിരിച്ചിട്ടൂലല്ലോ. അപ്പൊ ഈ അടിയുടെ വേദന ഇരിക്കുന്നിടത്തോളം കാലം കുടം പൊട്ടിക്കാതെ കൊണ്ടുവരാൻ ആ കുട്ടിക്കറിയാം. എന്നതുപോലെ നിങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പെടാൻ സാധ്യതയുണ്ട്, പെടരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, രണ്ടാമത്തെ സ്വഭാവം, എന്തെങ്കിലും എറിഞ്ഞു കൊടുത്താൽ, നമ്മൾ എറിയുന്നത് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാനാണ്, പക്ഷെ ആ കല്ലിന്റെ പിറകെ അത് ഓടും. എറിയുന്നവന്റെ പിറകെ വരൂല, ആ കല്ലിന്റെ പിറകെ ഓടും. നമ്മളും അങ്ങനെയല്ലേ സഹോദരങ്ങളെ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തീറ്റയെന്ന് കരുതിയിട്ട് കല്ലിന്റെ പിന്നാലെ ഓടും. നമ്മളെ ഒരിക്കൽ ഒരാളെ ചതിച്ചാൽ നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മളിപ്പോ ചതിക്കപ്പെട്ടു, നമ്മൾ അവന്റെ കൂടെ പിന്നാലെ കൂടും. എന്തിനാണ്? അവൻ ചതിച്ചെങ്കിലും അതിൽ ഇങ്ങനെയെങ്കിലും നമുക്ക് 10 പൈസ ഒപ്പിക്കാൻ വീണ്ടും കാണും ഐഡിയ എന്ന് പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെ കൊണ്ട്, അതാണ് ലോട്ടറി. 100 രൂപയ്ക്ക് ലോട്ടറി എടുത്തു പോയി. പടച്ചോനെ, എന്റെ 6 അക്കോ 7 അക്കോ 8 അക്കോ അതിൽ ഒരക്കോ ഇല്ല, ഒരക്കോ ഇല്ല. പിറ്റൊന്നും കൊണ്ട് കൊടുത്തു 100 രൂപ പട്ടിയെ പോലെ. കാരണം എന്താ? പട്ടി കല്ലെടുത്തെറിഞ്ഞാൽ നേരെ അതിന്റെ പുറകെ വീട് കൊല്ലാനായിട്ടെറിഞ്ഞത്. എന്നാലും 100 രൂപ പിറ്റൊന്നും കൊണ്ട് കൊടുക്കുകയാണ്. അതിലും ഇല്ല. 3-ാം നാളും കൊടുത്തു 100 രൂപ. അങ്ങനെ കണക്ക് നോക്കണമെങ്കിൽ 3 ലക്ഷം രൂപ അവൻ കൊടുത്തു. 3 ലക്ഷം രൂപ കൊടുത്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ അവന് 55,000 രൂപ അടിച്ചു.
15,000 രൂപ എടുക്കേണ്ടവരൊക്കെ എടുത്തിട്ട് 40,000 രൂപ അവന്റെ കൈ കിട്ടി. എന്തൊരു സന്തോഷമാണ്. 40,000 രൂപ കിട്ടി. എടാ, ഈ 100 രൂപ വെച്ച് നീ ഒരു ടിന്നിനകത്ത് ഇട്ടിരുന്നെങ്കിൽ നിനക്ക് എത്ര ലക്ഷം രൂപ നിനക്ക് ഒപ്പിക്കാൻ കഴിയുമായിരുന്നു? അത് ചിന്തിക്കുക. മൂന്നാമത്തേത്, സഹോദരങ്ങളെ, കൂട്ടത്തിൽ നിൽക്കുന്ന തെരുവ് നായകളുടെ നേരെ കല്ലെടുത്തെറിഞ്ഞു നോക്ക്. എന്തെങ്കിലും തീറ്റ എറിഞ്ഞു നോക്ക്. കല്ലെടുത്തെറിയല്ല, തീറ്റ എറിഞ്ഞു നോക്ക്. ആദ്യം അത് ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന നായ്ക്കളെ കുരച്ചോടിക്കും. അത് തിന്നൂല. എന്നാൽ ജമാഅത്തായിട്ട് നമുക്ക് എല്ലാവരും കൂടെ തിന്നാം. ആ ഒരു ചിന്തയില്ല. ഈ എറിയുന്ന കയ്യൂക്കുള്ള നായ ബാക്കിയുള്ള പാവപ്പെട്ട പാപ്പരായ നായക്കളെ കുരച്ചോടിക്കും. എന്നിട്ട് അത് ഒറ്റയ്ക്ക് തിന്നാനുള്ള വെപ്രാളം. 5-10 പേര് കൂടിയിട്ടൊരു കട തുടങ്ങി. എന്താ ചെയ്യുന്നത്? നല്ല കച്ചവടം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? 2-3 പേര് കൂടിയിട്ട് പറയും, എടാ, ഈ 10 എണ്ണം നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാനും കൂടെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വഴലാണ്. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനത് പറഞ്ഞു തരാം. ഞാനും കൂടെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കൂടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനോ രണ്ടുപേരും കൂടി യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈസാ നബിയുടെ സഞ്ചിക്കകത്ത് 3 റൊട്ടി ഉണ്ടായിരുന്നു. ഒന്ന് അയാൾക്കും കൊടുത്തു, ഒന്ന് ഈസാ നബിയും തിന്നു. എന്നിട്ട് അരുവിയിലിറങ്ങി ഒരു കൈക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി അരുവിയിലിറക്കി തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത റൊട്ടി കാണാനില്ല. മനസ്സിലായില്ലേ? 3 റൊട്ടി ഉണ്ടായിരുന്നു. 2 ഓരോരുത്തരെടുത്തു, പിന്നെ ഒരെണ്ണം സൂക്ഷിച്ചു, പിന്നെ കഴിക്കാൻ. അത് കണ്ടില്ല. ഈസാ നബി ചോദിച്ചേടാ, നീ എടുത്തോ റൊട്ടി? ഞാൻ എടുത്തില്ല. പടച്ചമ്പുരാനാണ്, ഞാൻ എടുത്തില്ല. വേറെ ആരും ആ ലോകത്തില്ല. ആ മരുഭൂമിയിൽ വേറെ ആരുമില്ല. 2 പേരും ഒന്നും മിണ്ടിയില്ല. ഈസാ നബി നടന്നു നീങ്ങി. കുറെ ദൂരം ചെന്നപ്പോ സാധാരണ മാൻപേടയെ കണ്ടാൽ ഓടി ഒളിക്കുന്ന മാൻപേട. ഈ മാൻപേട അടുത്തേക്ക് ഈസാ നബി വിളിച്ചു. ഈസാ നബിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഈസാ നബി അതിനെ അറുത്തു, ഭക്ഷണം കഴിച്ചു, റെഡിയാക്കി. എല്ലാം കഴിഞ്ഞിട്ട് എല്ലും ഒക്കെ കൂട്ടിയിട്ടിട്ട് കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞപ്പോ ഈസാ നബിക്ക് ആ കഴിവല്ല കൊടുത്തിട്ടുണ്ടോ? ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുക, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു ഈസാ നബിക്ക്. കുമ്പി ഇതിനില്ല, അള്ളാന്റെ എന്നിട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഓടുന്ന സമയത്ത് ഈ മനുഷ്യനോട് ചോദിച്ചടാ, അതെന്റെ റബ്ബിന്റെ കഴിവാണ്, എന്റെ റബ്ബിന്റെ കഴിവാണ്. ആ റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുക, നീ എടുത്ത റൊട്ടി? ഇല്ല, ഞാൻ എടുത്തില്ല. വീണ്ടും മുന്നോട്ട് പോയി. കുറെ ദൂരം ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ അരുവി കണ്ടു, നദി കണ്ടു. ആ നദി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. ആ നദി കണ്ടപ്പോ ആ നദിയിലേക്ക് ഈ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഈസാ നബി വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുപോയി. അത്ഭുതപ്പെടേണ്ട, സഹാബാക്കളിൽ സഅദ് ബിൻ അബി വഖാസ് ടൈഗ്രീസിന്റെ മുകളിലൂടെ ഖാദിസിയിലേക്ക് പോയിട്ടുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നപ്പുറത്തെത്തിയിട്ട് ഈസാ നബി ചോദിച്ചു, ഏ മനുഷ്യ, ഇത് എന്റെ റബ്ബിന്റെ കഴിവാണ്. ആ റബ്ബിനെ മുൻനിർത്തി ചോദിക്കുന്നു, റൊട്ടി നീ എടുത്തോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്തിനങ്ങനെ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? വീണ്ടും യാത്ര തുടർന്നു. ഒരു മണൽത്തിട്ട കണ്ടു. ആ തിട്ടയെ 3 ആയിട്ട് ഭാഗിച്ചു. 3 സ്വർണ്ണമാക്കിയെന്നാണ്. 3 സ്വർണ്ണാക്കിയിട്ട് ഈസാ നബി പറഞ്ഞു, 1 നിനക്ക്, 1 എനിക്ക്. 1 നമുക്ക് റൊട്ടികളനെ കണ്ടെത്തിയിട്ട് അവന് കൊടുക്കാം. റൊട്ടികളനെ കണ്ടെത്തിയിട്ട് അവന് കൊടുത്തേക്കാം. അയാൾ പറഞ്ഞു, ഞാൻ തന്നെ എടുത്ത്. അത് ഞാൻ നിങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ എടുത്തു. ഈസാ നബി പറഞ്ഞു, 3 നീ എന്നെ എടുത്തു, എനിക്ക് വേണ്ട. ഇതിനു വേണ്ടിയിട്ടല്ല നീ കള്ളം പറഞ്ഞത്. 3 നീ എന്നെ എടുത്തോളാൻ പറഞ്ഞു. ഈസാ നബി മാറി. ആ സമയത്ത് ഈ സ്വർണത്തിന്റെ കൂമ്പാരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുത്തേക്ക് 2 പേര് നടന്നു വരികയാണ്. ശ്രദ്ധിച്ച് കേട്ടോളി. 2 പേര് നടന്നു വരുന്നു. ഈ 2 പേര് നടന്നു വന്നപ്പോ ഇയാൾ ചിന്തിച്ചു, അവര് മിക്കവരെ എന്നെ കൊല്ലുതെല്ലാം എടുത്തോണ്ട് പോകും, അതുകൊണ്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് നിന്ന് എന്റെ കാര്യം പറയാം. അങ്ങനെ ഇയാൾ ഓടി അവിടെ ചെന്നിട്ട് പറഞ്ഞു, കുറച്ച് സ്വർണ്ണമുണ്ട്, 3 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, നമുക്ക് 300 കൂടെ എടുക്കാം. ശരി, സന്തോഷമായി. അവർക്ക് വെറുതെ കിട്ടിയതല്ലേ. അവര് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ 3 പേരും കൂടെ വട്ടത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്. ഇയാൾ പറഞ്ഞു, കാരണം ആകെ ഒരു 2 റൊട്ടിയല്ലേ കഴിച്ചുള്ളൂ, വലിയ വിശപ്പ്. അവൻ പറഞ്ഞു, കുറച്ച് ഭക്ഷണം കിട്ടിയും കൊള്ളാം, എനിക്ക് നാട് പരിചയമില്ല. വന്ന 2 പേര് പറഞ്ഞു, തൊട്ടടുത്ത് ഒരു ഗ്രാമമുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഈ വന്നതിൽ ഒരാൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ, വന്നതിൽ ഒരാള് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി. ഷെടാ, ഈ വന്ന ഒരുത്തനും യവനും കൂടെ ഇവിടെ പ്ലാനിങ് ആയി. വന്ന ഒരുത്തനും ഇവിടെ ഇരിക്കുന്ന യവനും കൂടി പ്ലാനിങ് ആയി. 300 കൂടെ വീതിച്ചെടുക്കുന്ന ഒരു കാര്യം ചെയ്യാം, അവനങ്ങ് കൊന്നേക്കാം തിരിച്ചു വരുമ്പോഴേക്ക്. എന്നിട്ട് നമുക്ക് 2 കൂടെ എടുക്കാം. ശരി, പക്ഷെ പോയവനാരാ? പോയ ഓമരക്കാലം വലിയ വാപ്പായ.
അവന് കടയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് അവൻ ആദ്യമേ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇവർക്കുള്ള ഭക്ഷണം വാങ്ങിയിട്ട് അതിൽ വിഷം ചേർത്തു. അവന്റെ ചിന്ത എന്താ? രണ്ടെണ്ണം നല്ലപോലെ തിന്നിട്ട് അവർ രണ്ടും മരിക്കുമ്പോ ഇത് മൂന്നും കൂടെ എനിക്ക് എടുക്കണം. അങ്ങനെ അവൻ ഭക്ഷണവുമായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടി നേരെ ഇവിടെ എത്തി. ഇവര് ഭക്ഷണം വാങ്ങിയിട്ട് വന്ന് പിന്നെ കഴിക്കാം. ആദ്യം ഇവനെ കൊല്ലാം. അങ്ങനെ വന്നുടനെ ഭക്ഷണം മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് യവനങ്ങ് കൊന്നു. യവനെ കൊന്ന് അവര് പറഞ്ഞു, എന്തായാലും ഇനിയിപ്പോ 3 പേർക്കുള്ള 2 പേർക്കായല്ലോ, സമാധാനമുണ്ട്, നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം, കഴിച്ചിട്ട് യാത്ര തുടരാം. അങ്ങനെ 2 പേരും കഴിച്ചു. വിഷം ചേർത്ത ഭക്ഷണം കഴിച്ച് 2 എണ്ണവും ചത്തു. ഈ സ്വർണം ആർക്കെങ്കിലും കിട്ടിയോ? ഇത് തന്നെയാണ് നായയുടെ പ്രത്യേകത. ഈ ഒരു സാധനം എറിഞ്ഞു കൊടുക്കുമ്പോ ആ സാധനം അത് കഴിക്കുന്നതിന് പകരം മറ്റുള്ളതിനെ കുരച്ചോടിക്കും. തിരിച്ചു വരുമ്പോഴേക്ക് കാക്ക കൊത്തിക്കൊണ്ടുപോകും. കാക്ക കൊത്തിക്കൊണ്ടുപോകും. ഒരു നായക്കും കിട്ടാതെ വരും. നമ്മൾ അങ്ങനെ 10 പേര് കൂടി കട തുടങ്ങും. നല്ല ലാഭമാണെന്ന് കണ്ടാൽ അതിൽ 3 എണ്ണം അളിയന്മാര് 3 എണ്ണം കൂടെ കൂടിയിട്ട് ബാക്കി എണ്ണത്തിന് അങ്ങ് തട്ടിയേക്കും. അവരെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ ദുനിയാവിനോട്, സമ്പത്തിനോട്, ശരീരയിച്ഛയോട് പടപൊരുതാൻ കഴിയാത്ത തന്നിഷ്ടക്കാരനുണ്ടല്ലോ. അള്ളാഹു പറയുന്നു, മസലുഹു കമസലിൽ കൽബ്, അവനും നായയെ പോലെയാണ്, അവന് പട്ടിയെ പോലെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിനാ സഹോദരങ്ങളെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടാക്കിയില്ലേ? ആരായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി എന്നറിയോ? ദാർശനികനായ ഡയോജനസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, എനിക്ക് ഏറൻ കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ പേർഷ്യ കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ ഈജിപ്ത് കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങൾ കീഴടക്കണം. എന്നിട്ട് അവസാനം നിങ്ങൾ എന്തു ചെയ്യും? ദാർശനികനായ ഡയോജനസ് ചോദിച്ചു അലക്സാണ്ടർ ചക്രവർത്തിയോട്. അയാൾ പറഞ്ഞു, എല്ലാ കീഴടക്കിയിട്ട് എനിക്ക് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങണം, ഒന്ന് വിശ്രമിക്കണം. ഡയോജനസ് ചോദിച്ചു, വിശ്രമിക്കാനാണോ ഉറങ്ങാനാണോ ഇത്രയും വെട്ടി കീഴ്പ്പെടുത്തുന്നത്? ഇത്രയും ആളുകളെ കൊല ചെയ്യുന്നത് ഇതിനാണോ? അത് പാടില്ല എന്ന് ഡയോജനസ് പറഞ്ഞു കൊടുക്കുകയാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ആഹാരം കിട്ടും, ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ആഹാരം ഉറപ്പാണ്. ഇനി ആഹാരം കിട്ടാതെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് മണ്ണുറപ്പാണ്, എനിക്ക് മണ്ണുറപ്പാണ്. ജീവിച്ചിരുന്നാല് ഭക്ഷണവും മരിച്ചു പോയാലും മണ്ണും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് സമാധാനമാണ്, ജീവിതം രാജകീയമാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് സമ്പാദിക്കുന്നത്? വേണ്ട, എല്ലാം ഇട്ടെറിഞ്ഞ് പോകാനുള്ളതല്ലേ. ദുനിയാവ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഈ ദുനിയാവിന് എന്ത് വിലയാവുള്ളത്? ഇന്നിപ്പോ 1 സെന്റിന് മുകളിൽ വിലയിൽ ഏറ്റവും കൂടുതൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്റെ ചിന്ത ശരിയാണെങ്കിൽ, 2 ലക്ഷം 3 ലക്ഷം കൊടുക്കാതെ 1 സെന്റ് കിട്ടില്ല. കിട്ടോ? എത്ര കിട്ടും? എന്നാ എനിക്ക് 10 സെന്റ് വേണം. 3 ലക്ഷം രൂപ കുറഞ്ഞ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കുറഞ്ഞ 1 സെന്റ് ഇവിടെ നിന്ന് കിട്ടില്ല. ഈ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഞാനും നിങ്ങളും സമ്പത്ത് സ്വരൂപിക്കുമ്പോ അല്ലാഹ് ഇതിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹു ദുനിയാവ് ഈച്ചയുടെ ചിറകിന്റെ വലിപ്പമെങ്ങാനും വിലയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ മാസകാ കാഫിർ മിൻഹാ ശർബാ, അല്ലാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലായിരുന്നു അല്ലാഹ്. ഇവിടെ പാവപ്പെട്ട ബർമയിലെ പൊന്നുമക്കളെ കശാപ്പ് നടത്തിയ ആങ് സാൻ സൂചി എന്ന് പറയുന്ന സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ വനിതയുണ്ടല്ലോ, ആ സ്ത്രീ ഉണ്ടല്ലോ, അവിടുത്തെ ബുദ്ധ ഭീകരവാദികൾ കൊന്നൊടുക്കിയ പാവപ്പെട്ട ബർമയിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങള്, ആ പൊന്നുമക്കൾ ഒരു നേരത്തെ വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ അവരെ ചുടുന്ന കോഴിയെ ചുടുന്നത് പോലെ, ഷവായി പോലെ, പ്രിയപ്പെട്ടവരെ അൽഫഹം പോലെ, ആ പൊന്നുമക്കളെ ഇരുമ്പ് കമ്പിയിൽ കുറ്റി നിർത്തിയിട്ട് അവരെ തീയിട്ട് കൊന്നില്ലേ? അവരെ ശരീരത്തില് സഹോദരങ്ങളെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചില്ലേ? വിദ്യുച്ഛക്തിയുടെ പ്രവാഹം കൊണ്ട് ആ പൊന്നുമക്കൾ പൊട്ടിത്തെറിച്ചു പോയില്ലേ? ആ പറയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ പ്രത്യേക നോബൽ സമ്മാനം നേടിയെന്ന് പറയുന്ന ആ വനിതയും ആ വനിതയോടൊപ്പം ചേർന്നുകൊണ്ട് പാവപ്പെട്ട റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ അവിടത്തെ ആളുകൾക്കും അല്ലാഹ് വെള്ളം കൊടുക്കുന്നില്ലേ? അല്പം കൂടി ഒന്ന് കടന്നു പറഞ്ഞ ഇസ്രയേൽ ജൂദായിസമാണ്. ആ
ജൂതന്മാരെ കൊന്നൊടുക്കുന്ന ഫലസ്തീന്റെ പൊന്നുമക്കൾക്ക് അല്ലാഹുവേ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആ പാവപ്പെട്ട സഹോദരങ്ങൾ പൊന്നുമക്കൾ വിഷം മുട്ടിയ വയറുമായി നടക്കുമ്പോ അവരുടെ മുന്നിലേക്ക് ഓടിക്കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്ക് ഓടി വന്ന് തോക്ക് ചൂണ്ടുമ്പോ കരിങ്കല്ലെടുത്ത് ആ കരിങ്കല്ല് കൊണ്ട് ചരൽ കല്ല് കൊണ്ട് നേരിടുന്ന പാവപ്പെട്ട ഫലസ്തീന്റെ പൊന്നുമക്കൾ വെള്ളം കിട്ടാതെ മരിക്കുമ്പോ അവിടുത്തെ ജൂതന്മാർക്ക് അല്ലാഹു എല്ലാ സംവിധാനങ്ങളും കൊടുത്തില്ലേ? രാജസ്ഥാനിലെ പാവപ്പെട്ട സഹോദരൻ ആ അഫ്രാസ് എന്ന് പറയുന്ന സഹോദരനെ മൺവെട്ടി കൊണ്ട് പിക്കാസ് കൊണ്ട് ശരീരത്തിൽ വെട്ടി 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 മലർത്തിക്കിടത്തിയിട്ട് തലയിൽ വെട്ടുകത്തി കൊണ്ടും മൺവെട്ടി കൊണ്ടും വെട്ടിയിട്ട് അവസാന കലിയടങ്ങാതെ വന്നപ്പോ ഒരു ജീവച്ഛവമായി കിടക്കുന്ന പാവപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരന്റെ പുറത്തേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുത്ത് തീപ്പെട്ടി ഉരച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ വെന്ത് ആ സഹോദരൻ അഗ്നിജ്വാലയായി പച്ച ജീവനെ പച്ചക്ക് കത്തിച്ച ഇവിടെ സവർണ തമ്പുരാക്കന്മാർക്ക് അല്ലാഹു പച്ചവെള്ളം കൊടുക്കുന്നില്ലേ? അവർക്ക് അധികാരം കൊടുക്കുന്നില്ലേ? അല്ലാഹു എല്ലാം അവർക്ക് തുറന്നു കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിന് അല്ലാഹു ഈച്ചയുടെ വലിപ്പത്തിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹനെ ധിക്കരിക്കുന്നവന് ഒരു തുള്ളി വെള്ളം അല്ല കൊടുക്കില്ലായിരുന്നു. ഇവിടെ കള്ളു കുടിക്കുന്നവനല്ല വെള്ളം കൊടുക്കുന്നില്ലേ? അത് കള്ളിലൊഴിക്കാൻ വെള്ളമല്ല കൊടുക്കുന്നില്ലേ? അപ്പോഴാണ് നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പാവങ്ങൾ താമസിക്കുന്ന നാടുകളുണ്ട്. ഞങ്ങൾ നോമ്പ് പിടിച്ചത് അല്ലാഹ്ക്കാണ്. ആ പടച്ചവന് നോമ്പ് പിടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം തൊണ്ടക്കുടിയിലേക്ക് വിട്ട് നോമ്പൊന്ന് തുറക്കാൻ ഞങ്ങൾക്ക് പച്ചവെള്ളമില്ല. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ടിവിയിലെ റമളാന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൗദി മുഫ്തി, ഒരു പണ്ഡിതൻ, ഒരു ഷെയ്ഖ്, അദ്ദേഹത്തോട് സോമാലിയയിലെ പാവപ്പെട്ട ഒരു ഗ്രാമീണനായ കറുത്ത പേക്കോലം വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ ഷെയ്ഖേ, നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, അത്താഴം കുടിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കുമോ? അത് ചോദിച്ചപ്പോൾ സൗദി മുഫ്തി കണ്ണട ഊരിയില്ലേ, കണ്ണ് നിറഞ്ഞിട്ട് കണ്ണു തുടച്ചില്ലേ? സഹോദരങ്ങളെ, അങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത വേണ്ട ഒരു തുള്ളി വെള്ളം കിട്ടാതെ പാവപ്പെട്ടവര് താമസിക്കുമ്പോൾ എടോ നിനക്ക് അല്ലാഹു കള്ളിലൊഴിക്കാൻ വെള്ളം തന്നില്ലേടാ? നിനക്ക് അല്ലാഹു തന്നില്ലേ? സഹോദരങ്ങളെ, അതാണ് ദുനിയാവിന് ഒരു വിലയുമില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവന് ഈ ദുനിയ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവ് നിസ്സാരമാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവൻ നിസ്സാരനുമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരീര ഇച്ഛയുടെ പിന്നാലെ പോകുന്നവൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവനാരാണ്? നായയെ പോലെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് രണ്ടും പഠിച്ച് ഇത് രണ്ടും കേട്ട് നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞാൽ നമ്മൾ നായയെ പോലെയാണെന്നും അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടും ഇനിയും ഞാൻ പഴയതുപോലെ ജീവിക്കൂ എന്ന് പറയുന്ന ആളുകളെ പറ്റിയാണ് മൂന്നാമത് അല്ലാഹു പറഞ്ഞത്, ഒരു മൃഗത്തോട് ഉപമിച്ചുകൊണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാറാൻ കഴിയണം എന്റെ സഹോദരങ്ങളെ. ഇനിയിപ്പോ ലോകം അവസാനിക്കാൻ എന്താ ഉള്ളത്? വലിയ വലിയ അടയാളം, ദജ്ജാല് വരണം, യജൂജ് മൗജൂജ് വരണം, ദാബത്തുൽ അർള് വരണം, ഈസാ നബി വരണം, മഹദി ഇമാം വരണം, സൂര്യൻ പടിഞ്ഞാറുദിക്കണം. ഇങ്ങനെയുള്ള വളരെ വിരളമായ വലിയ വലിയ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരുപാട് നാളൊന്നും ജീവിക്കാമെന്ന മോഹമൊന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്രയും നാള് സംഭവിച്ചതൊക്കെ മല്ലാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നന്നാകാം, നമുക്ക് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം. ഷെയ്ഖ് ജീലാനി തങ്ങളെ പോലുള്ളവരുടെ സ്മരണ അയവിറക്കുമ്പോ ആടും കോഴിയും വെച്ച് ചോറും വെച്ച് തിന്നിട്ട് ഇപ്പോഴത്തെ നല്ല റിസൾട്ടായിരുന്നു, കാരണം ആടിന്റെ എണ്ണം കൂടുതലായിരുന്നു, അരിയുടെ ചാക്കിന്റെ എണ്ണം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞ് ഇപ്പോഴത്തെ മുഹീദ്ദീൻ ചെയ്യേണ്ട ആണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പോയാ പോരാ. അവരെ പോലെ ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പഠിച്ചത് നമ്മൾ അമല് ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ അമല് ചെയ്ത് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കലല്ല, അത് നമ്മൾ മനനം ചെയ്തിട്ട് നമ്മൾ മനനം ചെയ്തത് പ്രവർത്തിക്കലാണ്. ഗസാലി ഇമാം പഠിക്കാൻ പോയ സമയത്താണ് എത്രയോ വർഷം ദർസിൽ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോ കാട്ടിൽ വെച്ച് കൊള്ളക്കാരൻ പിടിച്ചു.
ഗസാലി ഇമാമിന്റെ കയ്യിലിരുന്ന 2-3 വലിയ ഷീറ്റ് പേപ്പർ പിടിച്ചു വാങ്ങി. കൊള്ളക്കാരൻ തുണിയും കുറച്ച് പൈസയൊക്കെ പിടിച്ചു വാങ്ങി. ഗസാലി ഇമാം അന്ന് ചെറിയ കുഞ്ഞ. ഗസാലി ഇമാം പറഞ്ഞു, നിങ്ങൾ തുണിയും പൈസയൊക്കെ എടുത്തോ, എന്തു വേണം എടുത്തോ, ആ പേപ്പറിന് തന്നേക്കണം. എന്താന്ന് ചോദിച്ചു. ഞാൻ 2-3 കൊല്ലം പോയി പഠിച്ചത് എത്രയാ അതിനകത്താ ഉള്ളത്. ഞാൻ പഠിച്ചത് മുഴുവൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. കൊള്ളക്കാരൻ ചിരിച്ചിട്ട് ചോദിച്ചു, ഞാനിതങ്ങ് കീറി കഴിഞ്ഞാൽ നിന്റെ 3 കൊല്ലം പോയില്ലേ? ഞാനിതങ്ങ് നശിപ്പിച്ച നിന്റെ 3 കൊല്ലം പോയില്ലേ? ഇതൊന്നും മനപ്പാടാക്കിക്കൂടെ? ഒരു കൊള്ളക്കാരൻ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നത് മനപ്പാടാക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഗസാലി ഇമാം പിന്നെ ഒരക്ഷരം എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം മുഴുവനും മനനം ചെയ്തു. ആ മനനം ചെയ്തത് മുഴുവനും അദ്ദേഹം പ്രവർത്തിച്ചു. അതാണ് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറഞ്ഞതും കേട്ടതും ഒക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്യലല്ല, CD ഇട്ട് കേൾക്കലല്ല, അഭിപ്രായങ്ങൾ യൂട്യൂബിലൂടെ കാണലല്ല, മറിച്ച് അതൊന്ന് അമല് ചെയ്യലാണ്. ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا. അല്ലാഹു പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലു തൗറാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, ജുമുഅ എന്ന് പറയുന്ന സൂറത്തിലൂടെ, അധ്യായത്തിലൂടെ അല്ലാഹു പറയുകയാ, പഠിച്ചു വെച്ച് അമൽ ചെയ്യാത്തവനെ അവൻ ഏതുപോലെ എന്നറിയോ? കമസലിൽ ഹിമാർ, അവന് കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാണ്. ഏത് കഴുത? യഹ്മിലു അസ്ഫാറാ, ആ കഴുത ഏടുകൾ ചുമന്നു കൊണ്ടുപോവുകയാ. ഈ സരസിന്റെ മുന്നിൽ നിങ്ങൾ ഒരു കഴുതയെ കൊണ്ടുപോവാം. ആ കഴുതയുടെ പുറത്ത് തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും അടുക്കി വെക്കി. തഫ്സീറുൽ അലീം, റാസി ഇമാമിന്റെ തഫ്സീർ, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ സാവി, തഫ്സീർ ഖാസിൻ, തഫ്സീർ, അങ്ങനെയുള്ള എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും എടുത്തൊന്ന് അടുക്കി വെക്ക്. എന്നിട്ട് സിഹാഹു സുത്തയുടെ മുഴുവൻ ഹദീസ് നിങ്ങൾ എടുത്തതിന്റെ മുകളിൽ വെക്ക്. തുർമുദി പോലെ, അബൂദാവൂദ് പോലെ, നസായി പോലെ, ഇബ്നു മാജ പോലെ, ബുഖാരി പോലെ, മുസ്ലിം പോലെ മുഴുവൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും എടുത്തതിന്റെ പുറത്തു വെക്ക്. അഖീദയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും വെക്ക്. എല്ലാ ഗ്രന്ഥങ്ങളും, ഫിഖ്ഹിന്റെ, കർമ്മശാസ്ത്രത്തിന്റെ, അഖ്ലാഖിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾ അതിന്റെ പുറത്ത് കെട്ടിവെക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് നടത്ത് ആ കഴുതയെ മുകളുള്ള പള്ളിയുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് കഴുതയോട് ചോദിക്ക്, ഇതിനകത്തുള്ളത് എന്താണ്? കഴുതയ്ക്കറിയില്ലല്ലോ. കഴുതയുടെ പുറത്തിരിക്കുന്ന ബുഖാരിയാണെന്ന് കഴുതയ്ക്കറിയില്ല, കഴുതയ്ക്കറിയില്ല മുസ്ലിമാണ് പുറത്തിരിക്കുന്നതെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ ഖുർആനുണ്ട്, നമ്മുടെ കയ്യിലെ മൊബൈലിനകത്ത് പ്രസംഗമുണ്ട്, നമ്മുടെ വീട്ടിലാണെങ്കിലോ പഠിക്കുന്ന മക്കളുണ്ട്, എല്ലാവരുടെ വീട്ടിലെ CD ഉണ്ട്, എല്ലാവരുടെ വീട്ടിലെ യൂട്യൂബ് ഉണ്ട്. മോഡിയുടെ സിം കിട്ടിയപ്പോൾ ഇപ്പൊ ഫ്രീ ആണല്ലോ. അങ്ങനെ എല്ലാം ഇട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അമലില്ല. പറയുന്നവൻ ചെയ്യുന്നില്ല, പറയിപ്പിച്ചവൻ ചെയ്യുന്നില്ല, കേട്ടവൻ ചെയ്യുന്നില്ല. സഹോദരങ്ങളെ, വഴലുകൾ ഇന്ന് അങ്ങനെ ഒരവസ്ഥയിലാണോ എന്ന് ശങ്കിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു സഹോദരങ്ങളെ, ഏട് ചുമക്കുന്ന കഴുതയെ പോലെയെന്ന് അല്ലാഹു പറയുകയാ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ജനത ഇനി വരാനുണ്ട്. സഹാബത്തിനോട് പ്രസംഗിക്കുകയാ, ഒരു ജനത ഇനി വരാനുണ്ട്. ആ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒരു ജനത വരാനുണ്ട്. ആ ജനതയുടെ പ്രത്യേകത എന്തെന്നറിയോ? സഹാബത്തിനോട് റസൂല് പറയുകയാണ്. അബൂ സഈദുൽ ഖുദ്രി തങ്ങളെ തൊട്ട് റിപ്പോർട്ടുള്ള ഹദീസാണ്. നബി പറയുന്നു, സഹാബ, അവരുടെ നിസ്കാരവുമായി തട്ടിച്ച് നോക്കുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. ആരോടാണ് പറയുന്നത്? സഹാബത്തിനോട് പറയുന്നു. ഈ സഹാബത്തിനോ, ഈ നിങ്ങളുടെ നിസ്കാരം ശേഷം വരുന്ന ഒരു ജനതയുടെ നിസ്കാരവുമായി തട്ടിച്ച് നോക്കുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പ് പോലെ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല. അവരുടെ ദാനധർമ്മങ്ങളോട് തട്ടിച്ച് നോക്കുമ്പോ, തുലനം ചെയ്യുമ്പോ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒന്നുമല്ല. ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, സഹാബാ, യഖ്റഊനൽ ഖുർആൻ
അവര് മനോഹരമായ ഖുർആൻ ഓതും, പക്ഷേ ലാ യുജാബിസു ഹനാജിറഹു, അവിടെ തൊണ്ടക്കുഴിക്ക് താഴോട്ട് അത് ഇറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയാ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു പോകും പോലെ ഇവര് ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നിസ്കാരം സഹാബത്തിന്റെ നിസ്കാരത്തെക്കാൾ വലിയ നിസ്കാരം, നോമ്പ് അതിനേക്കാളും വലിയ നോമ്പ്, ദാനധർമ്മങ്ങൾ അതിനേക്കാളും വലിയ ദാനധർമ്മം. നമ്മളൊക്കെ നല്ല രീതിയിൽ ഖുർആൻ ഓതും, യഖ്റഊനൽ ഖുർആൻ, പക്ഷേ തൊണ്ടയ്ക്ക് താഴോട്ടൊന്നും ഇറങ്ങൂല. നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോകും. ഏതുപോലെ? ഇവിടെ നിന്നുകൊണ്ടൊരു മൃഗത്തെ കാണുമ്പോൾ, ഒരു മാൻപേടയെ കണ്ടു, ഇവിടെ നിന്നുകൊണ്ട് അമ്പ് ചെയ്ത് വിട്ടു. ഈ അമ്പ് നേരെ മൃഗത്തിൽ ചെന്ന് തറച്ച് ശരീരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് തെറിച്ചു പോയി. ആ മൃഗം വീണ് ചത്തു. ആ അമ്പെടുത്ത് നോക്കിയാൽ അമ്പിൽ ഒരു തുള്ളി രക്തം കാണൂല എന്നതുപോലെ നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ദീനിന്റെ ഒരു അടയാളം നമ്മളിൽ ഉണ്ടാവൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ദാനധർമ്മങ്ങൾ ഉണ്ടാവും, പക്ഷെ അവൻ യഥാർത്ഥ മുഅ്മിനാവൂല. മദീനത്തുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നൊരു സഹാബി പറയുകയാണ്, നബിയേ, ഇവിടെ ഒരു പെണ്ണുണ്ട്, ഇവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? തഖൂമുൽ ലൈല, അവള് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ്. ഈ പറയുന്ന പെണ്ണ് ഈ മുകുളവിളയിലില്ല, മാമൂട്ടിലില്ല, ചന്ദനത്തോപ്പിലില്ല, കൊല്ലത്തില്ല, കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഏഷ്യയിലില്ല, ലോകത്തുണ്ടാവൂല. പ്രിയപ്പെട്ടവരെ, മദീനത്തുൻ നബവിയിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് തഖൂമുൽ ലൈല, രാത്രി ഒരു പോളൊക്കെ നടക്കൂല, മുഴുവൻ നിസ്കാരമാണ്. പകല് ഒരു തുള്ളി വെള്ളം കുടിക്കൂല, എന്നും നോമ്പാണ്. എന്തൊരു പെണ്ണാണ്! അവരുടെ കാതിലും കഴുത്തിലും കയ്യിലും വിരലിലുമുള്ളതല്ല, അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്നവളാ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു തിങ്കളോ വേടനോ പിടിക്കുന്ന നോമ്പിന്റെ കഥയല്ല. 27 പ്രതീക്ഷിച്ചുകൊണ്ട് രാവിന്റെ എന്ന് നിസ്കരിക്കുന്ന ലൈലത്തുൽ ഇഅ്തികാഫിന്റെയോ ഖിയാമുൽ ലൈലിന്റെ കഥയല്ല പറയുന്നത്. രാത്രി ഫുൾ ടൈം നിസ്കാരം, പകല് ഫുൾ ടൈം, പകൽ എല്ലാ ദിവസവും നോമ്പ്, തസദഖ കൊടുക്കുന്ന പെണ്ണാണ്. നബിതങ്ങൾ സന്തോഷിച്ചു. ആ കൂട്ടത്തിലെ സഹാബി പറഞ്ഞു, നബിയേ, അവൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ? തുദീ ജീറാനഹാ ബിലിസാനിഹാ, പക്ഷെ നാക്ക് കൊണ്ട് അപ്പുറത്തെ അയൽക്കാരി ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ഇബാദത്തുകൾക്ക് ഒരു കുറവുമില്ല, പക്ഷേ നോമ്പ് പിടിച്ചിരിക്കും, രാത്രി നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ അപ്പുറത്തെ താത്തായ ജനലിന്റെ ഭാഗത്ത് കണ്ടാ പിന്നെ പ്രശ്നം കോട്ടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. നബിയെ, ഈ പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ പറഞ്ഞതെന്നറിയോ? നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണോ? നോമ്പില്ലാത്തതുകൊണ്ടാണോ? ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈ പെണ്ണിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, ഒരു നന്മയും അവളിലില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവളും നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ ആപതിച്ചു പോകുന്ന പെണ്ണാണ്. എന്റെ മുകളുവിളയിലെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിസ്കാരത്തിന് കുറവുണ്ടോ? നോമ്പിന് കുറവുണ്ടോ? എന്തിനെങ്കിലും കുറവുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കൂല, അതൊരു കുറവ് തന്നെയാണ്. സ്നേഹിക്കേണ്ടവരെ നമ്മൾ സ്നേഹിക്കൂല. കുഞ്ഞുങ്ങളോട് കരുണയില്ല, അലിവില്ല, ദയയില്ല, അനുകമ്പയില്ല, കാരുണ്യമില്ല, ഔദാര്യമില്ല, കടാക്ഷമില്ല. സഹോദരങ്ങളെ, വലിയവരോട് നമുക്ക് ബഹുമാനമില്ല, അളമത്തില്ല, ഉന്നതിയില്ല. അവരെ ബഹുമാനിക്കൂല, അവരെ കണ്ടാ നമ്മൾ എഴുന്നേക്കൂല. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവൻ, വലിയവനോട് ബഹുമാനം കാണിക്കാത്തവൻ ലൈസ മിന്നാ, എന്റെ സൊസൈറ്റിയിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കണം. അയൽക്കാരനോട് കടമകളുണ്ട്. അവൻ ഏത് മതക്കാരനാകട്ടെ, അയൽക്കാരനോടുള്ള കടമകൾ റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറഞ്ഞ് നബിതങ്ങൾ അവസാനം പേടിച്ചു പോയി. താൻ മരണപ്പെട്ടാൽ തന്റെ അനന്തരം മക്കൾക്ക് കൊടുക്കും പോലെ അയൽക്കാരനും കൊടുക്കേണ്ടി വരുമോന്ന് പേടിച്ചു പോയി. അത്രത്തോളം അയൽക്കാരനോടുള്ള മഹത്വം, അവരോട് ബഹുമാനിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നമ്മളാണെങ്കിലോ
നമ്മളാണെങ്കിലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു കണ്ട് രാത്രിയാണ് വഴല് കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കാണുകയാണ്, അതുകൂടെ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വപ്നം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നം കണ്ടു. എന്താ? രണ്ടുപേര് വന്ന് റസൂലുള്ളാഹിയെ കൊണ്ടുപോവുകയാ. അങ്ങനെ രണ്ടുപേര് കൊണ്ടുപോയി. ആ രണ്ടുപേര് കൊണ്ടുപോയി ഒരു മുഖദ്ദസായ മണ്ണിലേക്ക് കൊണ്ടുപോവുകയാ. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൊണ്ടുപോയതാരെന്നറിയോ? ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മീകായിൽ. അങ്ങനെ കൊണ്ടുപോയി രണ്ടുപേരും ഈ പ്രവാചകനെ ഉറക്കത്തിൽ, കിനാവില്, സ്വപ്നത്തില് കൊണ്ടുപോയി അവരുടെ നാട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നു. അതിനടുത്ത് ആജാന ബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തടിയുള്ള, ഘനമുള്ള, ഉയരമുള്ള ആ മനുഷ്യൻ ഇങ്ങനെ അടുത്ത് നിന്ന് കയ്യിലൊരു വലിയ പാറക്കല്ലുണ്ട്. ഒരു വലിയ പാറക്കല്ല് കയ്യിലിരിപ്പുണ്ട്. ആ പാറക്കല്ലെടുത്ത് മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങൾക്കറിയണോ പെങ്ങളെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും വാറോലയിൽ വന്നതല്ല. ഹദീസിലൂടെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾ മലർന്നു കിടക്കുന്നു. അതിനടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലെടുത്ത് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ എറിയുന്ന സമയത്ത് ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി പിളരുകയാ. തലച്ചോറ് ചീറ്റിത്തെറിക്കുകയാണ്. കല്ല് ദൂരേക്ക് തെറിച്ചു വീണു. ഈ നിൽക്കുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് കല്ലെടുക്കാൻ പോകുന്നു. തിരികെ വരുമ്പോഴേക്ക് കിടക്കുന്ന മനുഷ്യന്റെ തല പൂർവ്വസ്ഥിതിയാകുന്നു. വീണ്ടും എറിയുന്നു. അല്ലോ, ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി ചീറ്റിത്തെറിക്കപ്പെടുമ്പോ ആ മനുഷ്യനെ കല്ലെടുത്തുകൊണ്ട് വരുന്ന പൂർവ്വസ്ഥിതി എത്തുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീലേ, ഇതാരാ? ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാണ് വഴല് കേൾക്കാമെന്നാലുള്ള കുഴപ്പം. ബക്കറ്റില് പൈസ ഇടുന്നതല്ല, പിരിവ് ചോദിക്കുമ്പോ കൊടുക്കുന്നതല്ല, 2 മണിക്കൂർ ഉറക്കം പോകുന്നതല്ല. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ ഇനി പറയുന്നതാണ് പ്രശ്നം. ഏത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഫനാമൻഹു ബില്ലൈലി, രാത്രി അവനെ കിടന്നുറങ്ങി. വലം യഅമൽ ബിന്നഹാർ, നേരം വെളുത്താൽ അവനത് അമൽ ചെയ്യൂല. സഹോദരങ്ങളെ, പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു പണ്ഡിതന്റെ കഥയാണ്. പഠിച്ചത് അമൽ ചെയ്യാത്ത ഒരു മനുഷ്യന്റെ കഥയാ. പണ്ഡിതനാകണമെന്നില്ല. പലിശ ഹറാമാണെന്നറിയോ? ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്. ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്. ഇനി നീ ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ ഇതാണ്. നിന്റെ തലയിലെ പാറക്കല്ല് കൊണ്ടറിയുന്ന മലക്കുണ്ട്. ആ പാറക്കല്ല് ദുനിയാവിലെ പാറക്കല്ലാണെന്ന് കരുതി പോകല്ലേ സഹോദരങ്ങളെ. പരലോകത്ത് എല്ലാം വലിപ്പമാണ്. നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു തോളിൽ നിന്നെടുത്ത തോളിലേക്കുള്ള ദൂരം തന്നെ പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്ന ദുനിയാവില് എന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു അടിയല്ലേ ഒരു മുഴമല്ലേ ഉണ്ടാവുകയുള്ളൂ. കൂടിപ്പോയാൽ അല്ലെങ്കിൽ 1.5 അടി ഉണ്ടാകും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കുന്ന 1/4 മീറ്ററല്ലേ ഉള്ളൂ. ഈ ഷോൾഡറിനടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? ഞാൻ നരകത്തിൽ പോയാൽ പടച്ചോനെ കാക്കട്ടെ, നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മസീറത്തു സലാസതി അയ്യാം ലിറാകിബിൽ മുസ്രിഈൻ ബി മുഹമ്മദ് മുസ്തഫ. അതിവേഗം ഓടി പോകുന്നവൻ 3 ദിവസം ഓടിയാൽ എവിടെ എത്തുമോ അത്രയും ദൂരമാണെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ.
ഇന്ന് 2018 ജനുവരി മാസം 12-ാം തീയതി രാത്രി 11:10 സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ഒരാൾ ഇപ്പൊ ഓടുന്നു. അയാൾ ഇടയ്ക്കൊന്ന് വിശ്രമിക്കരുത്, അയാൾ ഇടയ്ക്കൊന്ന് നിൽക്കരുത്. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി ഓടുന്നയാള് 3 ദിവസം കഴിഞ്ഞു. നടന്നാ പോരാ, മുട്ടിന് സുഖമില്ലാത്തവർ ഓടിയാ പോരാ, നന്നായിട്ട് ഓടുന്ന ഒരാള് ഇവിടെ നിന്ന് ഓടണം 3 ദിവസം. ശനി, ഞായർ, തിങ്കളാഴ്ച രാത്രി 11:10 എവിടെ എത്തും? എവിടെ എത്തിച്ചേരും? അത്രയും ദൂരമുണ്ട്. 2 ഷോൾഡർ തമ്മിലുള്ള ദൂരം. നരകത്തിൽ കിടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ബന്ധനിരകൾ നമുക്ക് അള്ളാഹു തന്നു. മനോഹരമായ പല്ലുകൾ. ഒരു പല്ലിന്റെ വലിപ്പം നരകത്തിൽ പോയാൽ ഉഹദ് മലയുടെ വലിപ്പമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പല്ലിന് ഉഹദ് മലയുടെ വലിപ്പം. അപ്പൊ 32 പല്ലും കൂടെ വായി കയറുമ്പോ ആ വായിക്ക് എത്ര വലിപ്പം ഉണ്ടാവും? ആ വായിരിക്കുന്ന തലയ്ക്ക് എത്ര വലിപ്പം ഉണ്ടാവും? ആ തലയുള്ള ഉടലിന്റെ വലിപ്പം എത്രയാണ്? ആലോചിച്ച് നോക്കിയേ. നാവിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1.5 മൈൽ, ഒരു ഫർസഖ് ഉണ്ടെന്നാണ്. ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 മൈല്. ഒരു ഫർസഖ് മനസ്സിലാകുന്നുണ്ടോ? 3 മൈല്. ഒരു മൈല് ആട് മൈലോട്ടകമല്ല, മൈൽ. ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ 3-ാം കുറ്റി, 4-ാം കുറ്റി, 2-ാം കുറ്റി. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ ഒരു മൈല്. അപ്പൊ ഒരു ഫർസഖ് 3 മൈല്. ഒരു മൈൽ 1.5 കിലോമീറ്റർ. അപ്പൊ ഒരു ഫർസഖ് എത്ര കിലോമീറ്റർ? എത്ര? 4.5 കിലോമീറ്റർ. മുകള് വിളയുന്ന 4.5 കിലോമീറ്റർ പോകുമ്പോ എവിടെയാണ് എത്തുന്നത് പറയും? സുമാർ 4.5 കിലോമീറ്റർ ആകുമ്പോ എവിടെ എത്തും? മുകളിലുള്ള 4.5 കിലോമീറ്റർ അപ്പുറം പറയും. ഇവിടെ ഇങ്ങോട്ട് പറയും, കൊല്ലത്തോട്ട്, കൊട്ടരക്കരോട്ട് വിട്, 3-ാം കുറ്റി അല്ലേ? അപ്പോ ഇവിടെ നിൽക്കുന്ന ഒരു നരകാവകാശം നാക്ക് പുറത്തേക്ക് ഇട്ടാൽ 3-ാം കുറ്റി വരെ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നരകത്തിലുള്ള കല്ലിന്റെ വലിപ്പം എത്രയായിരിക്കും? സൂര്യനെയും ചന്ദ്രനെയും എടുത്തൊരു കുഴിക്കകത്തിട്ടാൽ 2 കാളക്കുട്ടി കിടക്കും പോലെയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഒരു ശബ്ദം കേട്ടു. നബിതങ്ങളെ സഹാബത്തിനോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എല്ലാവരും നിശബ്ദരായി. നബി ചോദിച്ചു, എന്താണെന്നറിയോന്ന് ചോദിച്ചു. ഇല്ല. ഇത് അള്ളാഹു നരകത്തിലൊരു കല്ലെടുത്തെറിഞ്ഞു 70 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം അടിത്തട്ടിലെത്തിയുള്ളൂ. 70 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എടുത്തെറിഞ്ഞ ഒരു കല്ല് ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് നന്നാവാനുള്ള ഭാഗ്യം തരട്ടെ. ശൈഖ് ജീലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ ഇവിടെ ആ പേരിൽ അള്ളാഹുവോട് അടുത്തത് കൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അവരൊക്കെ റബ്ബുമായിട്ട് അത്രയും സാമീപ്യം നേടിയത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കുകയും അടുക്കുകയും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കാതെ അത് നമ്മൾ രാത്രി കേട്ട് ഉറങ്ങി നേരം വെളുക്കുമ്പോ വീണ്ടും നമ്മൾ മോശപ്പെട്ട രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ പഠിച്ചിട്ട് അമല് ചെയ്യാത്ത മനുഷ്യനെ അള്ളാഹു പറഞ്ഞത് അവൻ കഴുതയെ പോലെയാണ്. അള്ളാഹു നാ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അമല് ചെയ്യാതെ പ്രസംഗിക്കുന്നവനോ? ഞാൻ പ്രസംഗിക്കുകയാണ്, ഞാൻ ഇതൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനത്തെ ഹദീസുകളൊക്കെ ഉണ്ട്. നിങ്ങളെ മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ മസിലിടും. നമ്മൾ ഉസ്താദന്മാരെ കൂടുമ്പോ നമ്മളെ ചർച്ച ചെയ്യും. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇപ്പൊ പറയുന്നത് അമല് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ശബ്ദം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അപ്പോ പ്രസംഗിക്കുന്നവൻ അമല് ചെയ്തില്ലെങ്കിൽ അവന്റെ ശബ്ദത്തെ പോലെ ഏറ്റവും അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ അശ്രദ്ധയോടെ ജീവിക്കാതിരിക്കുക, എങ്കിൽ നമ്മൾ നാൽക്കാലികളെ കലതപ്പതിച്ചവരാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. 2, ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് തന്നിഷ്ടങ്ങളോട് ഞാനും നിങ്ങളും രാജിയാവുക. എന്നാൽ നമ്മൾ നായയെ പോലെയാ.
പഠിച്ചിട്ട് നമ്മൾ അമല് ചെയ്യാതിരിക്കുക. ഇത് നമ്മളെ അള്ളാഹു കഴുതയോട് ഉപമിച്ചിരിക്കുന്നു. ഇനി റിയലായി അള്ളാഹു താല ഒരു വിഭാഗത്തെ മൃഗമാക്കി കുരങ്ങന്മാരാക്കി. അതിന്റെ കാരണം കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ്. ധിക്കാരം പ്രവർത്തിച്ച ഒരു വിഭാഗം, അല്ലാഹു തആല ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. വെള്ളിയാഴ്ച വിശ്വാസികൾക്ക്, ഞായറാഴ്ച നസാറാക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ശനിയാഴ്ച അതിനിടയിലുള്ള ഒരു ദിവസം ജൂതന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കത് കിട്ടിയാൽ കൊള്ളാം. അല്ലാഹ് പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷെ അന്ന് നിങ്ങൾ എനിക്ക് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം. അന്ന് നിങ്ങളുടെ ഇത് ഐല നിവാസികളാണ് അവരെ പറ്റി പറയുന്നത്. അവർ തീരദേശ പ്രദേശത്തുള്ളവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത്, അന്ന് എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. അള്ളാഹു ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നമുക്ക് കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ച മാത്രം കച്ചവടം നടക്കും അന്ന്. അതുകൊണ്ട് തന്നെ ഇമാമ മിമ്പറിൽ നിന്ന് ഇറങ്ങി മെഹ്റാബി കയറുമ്പോഴേ നമ്മൾ പോകും അല്ലേ. വെള്ളിയാഴ്ച മാത്രം ഒരു കച്ചവടം നമുക്ക് അള്ളാഹു തരും. അത് പരീക്ഷണമാണ്, അത് പരീക്ഷണമാണ്. ഈ വിഭാഗത്തോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത്. അവര് ഞായറാഴ്ച വന്ന് നോക്കുന്നു, മീനില്ല. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച വരെയും മീനില്ല, ഒരു മത്സ്യം പോലും കാണാൻ കഴിയില്ല. ശനിയാഴ്ച നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വെള്ളത്തിന്റെ മുകളിലൂടെ മത്സ്യം ഇങ്ങനെ കുതിച്ചു ചാടുകയാ. അല്ലാഹ് പറഞ്ഞു തൊട്ടുപോകരുത്. അവരിൽ കുറെ ആളുകള് നിയമത്തെ ഒന്ന് ഭേദഗതി വരുത്തി. അവര് പറഞ്ഞു അള്ളാഹു ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് മീൻ പിടിക്കണ്ട. ഞായറാഴ്ച ശനിയാഴ്ച എന്ത് ചെയ്തെന്നറിയോ? ഒരു ചെറിയ കൈത്തോട് വെട്ടി, ഒരു ചെറിയ ചാലുവെട്ടി, എന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് തെളിച്ചിട്ടു. സഹോദരങ്ങളെ, ശനിയാഴ്ച വെള്ളത്തിന്റെ മുകളിലെ പെടയുന്ന മത്സ്യം ഈ ചാലുവഴി നേരെ പ്രത്യേകം തയ്യാറാക്കിയ, അഡീഷണലായി സമാന്തരമായി തയ്യാറാക്കിയ കുഴിയിൽ വീഴാൻ തുടങ്ങി. ശനിയാഴ്ച അവര് ഞായറാഴ്ച അത് വാരാൻ തുടങ്ങി. സഹോദരങ്ങളെ, അള്ളാഹു അവരോട് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹു അവരോട് പറഞ്ഞതെന്തെന്നറിയോ? വലഖദ് അലിംതുമുല്ലദീന അഅ്തദവു മിൻകും ഫിസ്സബ്ത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീൻ. അള്ളാഹുവിന്റെ വാക്ക് ധിക്കരിച്ചവരോട് അള്ളാഹ് പറഞ്ഞു നിങ്ങൾ കുരങ്ങന്മാരാകുക. ആദ്യം പറഞ്ഞ മൂന്ന് വിഭാഗത്തെ അള്ളാഹു തആല ഉപമിച്ചതാണ്, അള്ളാഹു കമ്പയർ ചെയ്തതാണ്, അള്ളാഹു തുലനപ്പെടുത്തിയതാണ്, അള്ളാഹു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ നാലാമത് അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗത്തെ അള്ളാഹു റിയലായി, ഒറിജിനലായി അള്ളാഹു മൃഗമാക്കി മാറ്റി. സഹോദരങ്ങളെ, 3 ദിവസമാണ് അവര് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് മരിച്ചു എന്നാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ദാവൂദ് നബിയുടെ കാലമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അഭിപ്രായങ്ങൾ പലതുണ്ട്. ഏതോ ആകട്ടെ, ജൂതന്മാർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. അല്ലാഹു അവരെ കുരങ്ങന്മാരാക്കി മാറ്റിമറിച്ചു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞതിനെ ധിക്കരിച്ചാൽ ഒരു ഉദാഹരണം പറയാം. മുടി കറുപ്പിക്കുന്നവന് സ്വർഗത്തിന്റെ പരിമളമില്ലെന്ന് പറഞ്ഞു. അതിന്റെ അടയാളം ഇരുന്നാൽ വെള്ളം ചേരില്ലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ പറയുന്നു അത് ഹന്നാണ്, മൈലാഞ്ചിയാണ് എന്ന പേരിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത് വാരിത്തേക്കുന്നു. സഹോദരങ്ങളെ, ധിക്കാരമാണ്, അതൊരു ധിക്കാരമാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. കള്ള് ഇന്ന് അതിന്റെ വീര്യം കുറച്ചിറക്കാൻ തുടങ്ങി. അതൊക്കെ നമ്മുടെ നാടുകളിൽ സുലഭമാകുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളോടുള്ള ആ ധിക്കാരപരമായ ഭേദഗതി വരുത്തിയുള്ള തീരുമാനങ്ങളാണ്. അള്ളാഹു നമ്മളെ വിടില്ല, പടച്ചവൻ നമ്മളെ വിടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.